ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ അടുത്ത് റിലീസായിട്ടുള്ള ഒരു അടിപൊളി കന്നഡ മിസ്റ്ററി ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും ട്വിസ്റ്റുള്ള അതുപോലെ വേറെ ലെവല് ത്രില്ലിങ്ങും അത്യാവശ്യം ഹൊററും മിസ്റ്ററിയൊക്കെ നിറച്ച് പറഞ്ഞിട്ടുള്ള കിടിലൻ കഥയാണിത്. ഈ കഥയുടെ പേരാണ് കങ്കാരു. ഉറപ്പായിട്ടും സസ്പെൻസ് ത്രില്ലർ പ്രേമികള് ഈ കഥ ഒരിക്കലും മിസ്സാകരുത്. ഈ കഥയുടെ ചുരുക്കം എന്താണെന്ന് വെച്ചാല് ചിക്കമംഗളൂരിലെ ഒരു ഹോട്ടലില് പല ആളുകളും ആത്മാവിനെ കണ്ട് ഭയന്നു പോവാണ്. അതില് ചിലര് ആ ഹോട്ടലിൽ വെച്ച് മരണപ്പെടുന്നുണ്ട്, മറ്റ് ചിലര് നിഗൂഢമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മരണപ്പെടുകയാണ്. അതില് കപ്പിൾസില് ചിലപ്പോ ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വൈഫായിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരും. ഇതിന്റെയൊക്കെ പിന്നിലെ ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റാത്ത ആ ഷോക്കിംഗ് ട്വിസ്റ്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. അതിനു മുൻപ് ഇതുപോലെ തന്നെ മറ്റൊരു അടിപൊളി ട്വിസ്റ്റ് നിറച്ച മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ കഥ നമ്മുടെ സീരീസ് ചാനൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കഥ കണ്ട ശേഷം മറക്കാതെ ആ ഒരു മൂവിയോട് കണ്ടിട്ട് അഭിപ്രായം പറയണേ. ഈ രണ്ട് കഥകൾക്കും എത്ര സ്റ്റാർ കൊടുക്കാൻ പറ്റും, നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ട്വിസ്റ്റുകൾ ഉണ്ടായിരുന്നോ, ആ ഒരു കമന്റിൽ നിന്ന് ബാക്കിയുള്ള ആളുകൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. ഇനിയും അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. അതിനു മുൻപ് ഇതിലും അടിപൊളി കഥകൾ നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിക്കാൻ ഒരു മോട്ടിവേഷൻ ആയിട്ട് എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ കഥകൾ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ തുടങ്ങുകയല്ലേ. ഈ കഥയുടെ ആരംഭത്തില് നമ്മൾ കാണുന്നത് കർണാടകയിലെ ചിക്കമംഗളൂരുള്ള ഒരു ഹോട്ടലാണ്. ആ ഒരു ഹോട്ടലിലേക്ക് ഒരു ഹസ്ബൻഡ് വൈഫ് വന്നിട്ട് ഹോട്ടലിലെ മാനേജർ ഗോപാലിനോട് ഇവിടെ റൂം ഉണ്ടാവുമെന്ന് മഞ്ജുനാഥ് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നേ. അപ്പൊ ഗോപാല് മഞ്ജുനാഥ് പറഞ്ഞതാ, ആയിക്കോട്ടെ റൂം ഉണ്ടല്ലോ. അങ്ങനെ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിയിട്ട് അവർക്ക് റൂം കൊടുക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, രാത്രി സമയത്ത് ചിലപ്പോൾ കറണ്ട് പോയി വന്ന് കളിക്കും, ഇതൊരു ഉള്ളേരിയ ആയതുകൊണ്ടാണ്, അതുകൊണ്ട് ഒരു ടോർച്ച് കയ്യിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് ഒരു ടോർച്ചും കൊടുത്തിട്ടാണ് അവരെ റൂമിലേക്ക് പറഞ്ഞു വിടുന്നത്. അവര് രണ്ടുപേരും കുറേയധികം ദൂരം ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ കുറച്ചധികം ടയർഡാണ്. അങ്ങനെ അവര് നേരത്തെ തന്നെ റെസ്റ്റ് എടുക്കുകയാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അർദ്ധരാത്രി പെട്ടെന്ന് വൈഫ് ഞെട്ടി എഴുന്നേൽക്കാണ്. എന്നാൽ അപ്പോഴാണ് തന്റെ തൊട്ടരികിൽ കിടന്ന ഹസ്ബൻഡിനെ കാണുന്നില്ല. ആ ഒരു റൂമാണെങ്കിൽ ചെറിയ റൂമെന്നല്ല, വലിയ റൂമാ. അല്ല, ഇങ്ങേരിത് ഈ രാത്രി സമയത്ത് എവിടെ പോയിട്ടുണ്ടാവുക? ഓൾറെഡി നമ്മുടെ മാനേജർ ഗോപാല് പറഞ്ഞ പോലെ തന്നെ കറണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങേര് കൊടുത്ത ആ ഒരു ടോർച്ചും വെച്ചിട്ട് ആ ഒരു റൂമിൽ മുഴുവനായിട്ട് തന്റെ ഹസ്ബൻഡിനെ തേടി നോക്കുമ്പോൾ പെട്ടെന്ന് മുൻപിൽ ആരോ തൂങ്ങി ആടുന്ന് കാണുകയാണ്. നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, അവരുടെ ഭർത്താവ് തന്നെയാണ്. ആ കാഴ്ച കണ്ട് വല്ലാതെ ഷോക്കായി തരിച്ചു പോയിട്ട് അവര് ബോധം കിട്ട് താഴെ വീണു പോണ്. തന്റെ ഹസ്ബൻഡിനെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഒരു കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ ഹസ്ബൻഡിനെ ബോർഡ് കണ്ടിട്ട് അവർ അലറി വിളിച്ച ആ ഒരു ശബ്ദം കേട്ടിട്ട് ഹോട്ടലിലെ മാനേജർ ഗോപാല് ആ റൂമിലേക്ക് ഓടി വന്ന് നോക്കുമ്പോൾ അവരുടെ ഹസ്ബൻഡ് മരണപ്പെട്ട് കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് വല്ലാതെ ഭയന്ന് ഉടനെ തന്നെ ആ ഹോട്ടലിന്റെ ഓണർ വിളിച്ചിട്ട് കാര്യങ്ങള് ഇൻഫോം ചെയ്യുന്നുണ്ട്. എന്നാൽ തന്റെ ഹോട്ടലിൽ ഒരു മരണം നടന്ന കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പിന്നീട് പല കെട്ടുകഥകളും പടരുകയും ചെയ്യും, ഹോട്ടലിലേക്ക് ആളുകൾ വരുന്നു നിൽക്കുകയും ചെയ്യില്ലേ. അതുകൊണ്ട് ഉടനെ തന്നെ ഓണറിന് പരിചയമുള്ള ഒരു SI വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു കേസ് നമുക്കൊന്ന് ഒതുക്കണമല്ലോ. എന്നാൽ SI അതങ്ങനെ പെട്ടെന്ന് പറ്റില്ല, അതൊരു മർഡർ ആണോ ഇനി സൂയിസൈഡ് ആണോ, എന്തായാലും ക്രൈംസിലേക്ക് ഞാൻ വരുന്നുണ്ട്, ബാക്കി അവിടെ വെച്ച് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് 5 വർഷത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്നാണ്. ഈ കഥയിലെ നായകനായിട്ടുള്ള പോലീസ് ഓഫീസർ പൃഥ്വി തന്റെ ഹയർ ഓഫീസറെ കാണാൻ വന്നിരിക്കുകയാണ്. അതായത് എന്തോ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാന് നമ്മുടെ ഹീറോ പൃഥ്വിയെ അങ്ങനെ വിളിപ്പിച്ചതാണ്. നമ്മുടെ ഹീറോയുടെ പോസ്റ്റ് എന്താന്ന് വെച്ചാല് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ആണ്, അതായത് SP. അങ്ങനെ ഹെഡിനോട് പൃഥ്വി ചോദിക്കുന്നുണ്ട്, അല്ല സാറേ എന്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം? അത് പൃഥ്വി, നീ ചിക്കമംഗളൂർ എന്നൊരു ഗ്രാമത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതായത് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടിരുന്നില്ലേ ആ ഒരു ഹോട്ടലിൽ വെച്ച് ഹസ്ബൻഡ് മരണപ്പെട്ട അതേ ഗ്രാമം തന്നെ. ആ ഗ്രാമത്തിൽ കുറച്ചധികം നാളുകളായിട്ട് കുറേയധികം ക്രൈമുകൾ നടക്കുന്നുണ്ട്, കുറേയധികം കളവുകള് പിടിച്ചുപറികളൊക്കെ. എന്നാൽ അവിടുത്തെ പോലീസിന് അതിന്റെ പിന്നിൽ ആരാണെന്ന് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് പൃഥ്വി നിന്നെ ഉടനെ തന്നെ അങ്ങോട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാണ്. എന്നാൽ ഹീറോ, അല്ല സാറേ എന്റെ വൈഫ് അവളിപ്പോ പ്രഗ്നന്റാ, ഈ ഒരു സിറ്റുവേഷനിൽ അത്രയും ലോങ് അവളെ ട്രാവൽ ചെയ്ത് കൂട്ടിക്കൊണ്ടുപോവാ, അത് റിസ്ക് അല്ലേ? അപ്പൊ ഹെഡ്, നിന്റെ വൈഫും ഒരു ഗവൺമെന്റ് ഡോക്ടറല്ലേ, അപ്പോ നീ കാര്യം പറഞ്ഞാല് അവൾക്ക് മനസ്സിലായിക്കോളും. ഉടനെ തന്നെ പൃഥ്വി തന്റെ ഭാര്യ മേഘനെ വിളിച്ചിട്ട് കാര്യം പറയാൻ നോക്കുമ്പോൾ അവള് ബിസിയാണ്, ഞാനിപ്പോ ഒരു പേഷ്യന്റിനെ നോക്കിക്കൊണ്ടിരിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞ് ഫോണ് കട്ടിയാണ്. നമ്മുടെ പൃഥ്വിയുടെ ഭാര്യ, അതായത് ഈ കഥയിലെ ഹീറോയിൻ മേഘന, അവളും ഒരു ഡോക്ടറാണെന്ന് നമുക്ക് മനസ്സിലായതല്ലേ. എന്ത് ഡോക്ടറാന്ന് വെച്ചാല് സൈക്കോളജി ഡോക്ടറാണ്. ഒരു അമ്മ തന്റെ മകനെ കൂട്ടിയിട്ട് വന്നിട്ട് അവന് കുറെ നാളായിട്ട് വല്ലാതെ ഭയവും എപ്പോഴും സൂയിസൈഡിനെ കുറിച്ചേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡോക്ടറെ അവനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്തായാലും അവനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. അമ്മ കുറച്ചു നേരം പുറത്ത് വെക്കുക. അങ്ങനെ അവനോട് മാത്രമായിട്ട് പ്രൈവറ്റ് ആയിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവന് എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒരു ഉൾഭയവും ഇടക്കിടക്ക് ആത്മഹത്യ തോട്ടൊക്കെ വരുന്നുണ്ടെന്ന് പറയാണ്. അപ്പോൾ അവനൊരു മെഡിസിനും കൊടുത്തിട്ട് കുറച്ച് നാൾ ഈ ഒരു മെഡിസിൻ എടുക്ക്, എന്നിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോഴാണ് നമ്മുടെ മേഘനയുടെ ഒരു ഫ്രണ്ട് പറയുന്നത്, അല്ലടി എനിക്ക് പരിചയമുള്ള 2 ആളുകളെ ഞാൻ നിന്റെ അടുത്തേക്ക് അയച്ചിരുന്നില്ലേ, അവരുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ? കണ്ടീഷൻ എന്താന്ന് ചോദിച്ചാൽ ട്രീറ്റ്മെന്റിലാണ്. ഇത് നീ സാധാരണ ട്രീറ്റ് ചെയ്യും പോലെ പനിയോ ജലദോഷമൊന്നുമല്ല,
മെന്റൽ കണ്ടീഷൻ അല്ലേ. അപ്പോൾ പതിയെ പതിയെ ഒബ്സർവ് ചെയ്തിട്ട് അവരെ ട്രീറ്റ് ചെയ്യാനും കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അടുത്ത സീനിൽ പൃഥ്വി ചിക്കമംഗ്ലൂരിലേക്ക് പോകുന്ന കാര്യം പറയുമ്പോൾ മേഘന പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് ജോയിൻ ചെയ്, എന്നിട്ട് നല്ല ആംബിയൻസിലുള്ള നല്ലൊരു വീട് റെഡിയാക്കി വെക്കേ, എന്നിട്ട് പതിയെ ഞാൻ വന്നാൽ മതിയല്ലോ. അങ്ങനെ അതിന് ഹീറോയും സമ്മതിക്കാണ്. അങ്ങനെ ഒറ്റയ്ക്ക് ആദ്യം ആ ഒരു നാട്ടിലേക്ക് ട്രാവൽ ചെയ്ത് പോവാണ്. അങ്ങനെ ചിക്കമംഗ്ലൂരിലെ തന്റെ സ്റ്റേഷനിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫും എന്തോ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവര് പറയുന്നത് പട്ടാപ്പകല് ഒരു ബൈക്കിൽ വന്ന ഏതോ ആളുകൾ അവരുടെ ചെയിന് കവർന്നു കൊണ്ടുപോയെന്നാണ്. അപ്പോൾ അവരുടെ കംപ്ലൈന്റ് നമ്മുടെ ഹീറോയും കേട്ടില്ലേ, നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, ഉടനെ തന്നെ ആ ഒരു കുറ്റവാളികൾ പിടിക്കുകയും ചെയ്യും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചെയിന് തിരിച്ച് ഞാൻ ഏൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെ അവരെ സമാധാനിപ്പിച്ച് പറഞ്ഞയക്കാണ്. എന്നിട്ട് അസിസ്റ്റൻസിനോട് ചോദിക്കുന്നുണ്ട്, എത്ര നാളായി ഈ നാട്ടില് ചെയിൻ സ്നാച്ചിങ്ങിന്റെ കംപ്ലൈന്റ് വരാൻ തുടങ്ങിയിട്ട്? സാറേ, അത് കുറച്ചധികം നാളായി, എന്നിട്ടും ഇതുവരെ നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി എന്തായാലും ഒരു ക്രൈമും ഈ നാട്ടിൽ നടക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഗ്യാങ്ങിനെ പൂട്ടിക്കളയാം. അങ്ങനെ തന്റെ അസിസ്റ്റൻസിനെ കൂട്ടിയിട്ട് രാത്രി ടൈമില് ആ ഒരു ഏരിയയിലൂടെ പോകുന്ന എല്ലാ ബൈക്കുകളും നമ്മുടെ പൃഥ്വി ചെക്ക് ചെയ്യാണ്. അതേ സമയത്ത് നമ്മൾ കാണുന്നത് കഥയുടെ ആരംഭത്തില് 5 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഹസ്ബൻഡ് മരണപ്പെട്ട ഹോട്ടലിലേക്ക് വേറെ 2 കപ്പിൾസ് പ്രസന്റില് റൂം ചോദിച്ചു വന്നിരിക്കുകയാണ്. 5 വർഷത്തിന് ശേഷം അതേ ഹോട്ടലില് നമ്മുടെ ഗോപാല് തന്നെയാണ് മാനേജർ. അങ്ങേരോട് മഞ്ജുനാഥാണ് ഇവിടെ ഞങ്ങൾക്ക് റൂം ഉണ്ടെന്ന് പറഞ്ഞ്. ആഹാ, അവൻ പറഞ്ഞതാ, പിന്നെന്താ. അങ്ങനെ അവരുടെ ഡീറ്റെയിൽസ് എഴുതി വാങ്ങിയിട്ട് അവർക്കും റൂം കൊടുക്കുകയാണ്. എന്നാല് ഭാര്യയില്ലേ, അവര് വല്ലാതെ ടയർഡ് ആയതുകൊണ്ട് അവര് ഉറങ്ങാൻ നോക്കുകയാണ്. എന്നാല് ഹസ്ബൻഡിന് എന്തോ ഇമ്പോർട്ടന്റ് വർക്ക് തീർക്കാനുള്ളതുകൊണ്ട് തന്റെ ലാപ്ടോപ്പില് ആ ഒരു ജോലി ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്നില്ലേ ആ ഒരു റൂമിലെ ലൈറ്റൊക്കെ ബ്ലിങ്കാവാണ്. എന്തോ നിഗൂഢമായിട്ടുള്ള അമാനുഷിക സംഭവങ്ങളൊക്കെ ആ ഒരു റൂമിൽ നടക്കുകയാണ്. പെട്ടെന്ന് ഞെട്ടി വിറച്ചുപോയ ഹസ്ബൻഡ് വൈഫുല്ലേ എങ്ങനെയെങ്കിലും ആ ഒരു ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. എന്നാൽ പുറത്തു നോക്കുമ്പോൾ ആ ഒരു മാനേജർ ഗോപാലിനെ അവിടെ എവിടെയും കാണുന്നില്ല. ഇനിയിപ്പോ എന്തുണ്ടെങ്കിലും തന്റെ ലഗേജൊക്കെ രാവിലെ വന്ന് എടുക്കാന്ന് കരുതിയിട്ട് അവരിൽ നിന്ന് നേരെ പോകുമ്പോൾ നമ്മുടെ ഹീറോ പൃഥ്വിയില്ലേ ഓൾറെഡി അവര് വരുന്ന അതേ ഏരിയയിൽ തന്നെയാണ് ചെക്കിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ വല്ലാതെ ഭയന്ന് വരുന്നുണ്ടപ്പോ, അല്ല എന്താ നിങ്ങൾക്ക് പറ്റിയേ? സാറേ, ഞങ്ങൾ സ്റ്റേ ചെയ്ത ഒരു ഹോട്ടലിലെ ഒരു പ്രേതത്തെ ഞങ്ങൾ കണ്ടിരുന്നു, ഭാഗ്യത്തിന് ഞങ്ങൾ രക്ഷപ്പെട്ടെ. അപ്പൊ പൃഥ്വി, എന്ത് പ്രേതത്തിനെ കണ്ടിരുന്നു? ഇന്നത്തെ കാലത്തും ആരെങ്കിലും പ്രേതത്തെ വിശ്വസിക്കുമോ? നിങ്ങൾ ധൈര്യമായിട്ട് കൂടുക, നമുക്ക് എന്താ നോക്കിക്കളയാം. അങ്ങനെ ആ ഒരു ഹോട്ടലിലേക്ക് പോയി നോക്കുമ്പോൾ ആ ഹോട്ടലിൽ കറണ്ട് ഇല്ല. അതുപോലെ തന്നെ അവിടുത്തെ മാനേജർ ഗോപാലില്ലേ അങ്ങേരും കാണുന്നില്ല. എന്തായാലും ഉള്ളിൽ പോയി നോക്കുക തന്നെ. അങ്ങനെ ഒരു അസിസ്റ്റന്റിനെ കൂട്ടിയിട്ട് അവര് ഭയന്ന പോലെ ആ റൂമിൽ എന്തെങ്കിലും അമാനുഷ്യമുണ്ടോ എന്ന് കുറച്ചു നേരം അവർ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ടും പ്രത്യേകിച്ച് അങ്ങനെയൊന്നും അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. ചിലപ്പോ അവരെന്തെങ്കിലും സ്വപ്നം കണ്ടതായിരിക്കും, അല്ലെങ്കിൽ തോന്നിയതായിരിക്കും. അങ്ങനെ പുറത്തു വന്നിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ആ റൂമിൽ ഒന്നുമില്ലല്ലോ, വെറുതെ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തോന്നിയതായിരിക്കും, ധൈര്യമായിട്ട് അവിടെ സ്റ്റേ ചെയ്തോ. എന്നാൽ അവർ വല്ലാതെ ഭയന്നിരിക്കുകയാണ്. ഇല്ല സാറേ, ഞങ്ങൾ കണ്ടതാ, എന്തായാലും ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ സ്റ്റേഷനിലേക്ക് പോര്, രാവിലെ വന്നിട്ട് നിങ്ങളുടെ ലഗേജ് ഒക്കെ എടുക്കാം. അങ്ങനെ അവരെയും കൂട്ടിയിട്ട് സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോഴാണ് ആ ഒരു ഹസ്ബൻഡ് അവന്റെ പേര് ചരൺ എന്നാണെന്നും അതുപോലെ വൈഫിന്റെ പേര് അർച്ചന എന്നാണെന്നും നമ്മുടെ പൃഥ്വിക്ക് മനസ്സിലാവുന്നത്. അല്ല, ശരിക്കും നിങ്ങൾക്ക് എന്താ സംഭവിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ? അപ്പോഴാണ് അവരോടെ കണ്ട് ഭയന്ന കാഴ്ച എന്താണെന്ന് അവര് പറയുന്നത്. ഓൾറെഡി ഹസ്ബൻഡ് ചരണ് ലാപ്ടോപ്പിൽ എന്തോ ഒരു വർക്കിലായിരുന്നില്ലേ, അപ്പോൾ അത് ഫിനിഷ് ആയപ്പോ അവൻ ഉറങ്ങാൻ കിടന്നതാണ്. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോ പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ടിട്ട് ഭാര്യ അർച്ചന അവള് ഞെട്ടി എഴുന്നേൽക്കാണ്. ഉടനെ ചരനെ വിളിച്ചിട്ട് ചരനോട് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, എന്ത് ശബ്ദം കേട്ടുന്ന എന്തായാലും നോക്കി നോക്കാം. നോക്കുമ്പോൾ ഓൾറെഡി റൂമിലെ കറണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ കയ്യിലൊരു മെഴുകുതിരിയും പിടിച്ചിട്ട് രണ്ടുപേരും ആ റൂമിലൂടെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കാണുന്നുണ്ടോ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. എന്നാൽ കുറച്ചു ദൂരെ എന്തോ ഒരു വെളിച്ചം പോലെ, നോക്കുമ്പോൾ ഏതോ ഒരു ആത്മാവിന് പോലെ ഒരു രൂപമില്ലേ കയ്യില് മെഴുകുതിരികെ പിടിച്ചിട്ട് അവരുടെ നേരേക്ക് പറന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സാറേ, ഇതുപോലൊരു കാഴ്ച ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, വല്ലാതെ പേടിച്ചുപോയി, എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാ. എന്നാൽ നമ്മുടെ ഹീറോ പൃഥ്വിക്ക് അവർ പറയുന്നതിൽ വിശ്വാസം ആവുന്നില്ല. പ്രത്യേകിച്ച് പ്രേതങ്ങളിൽ ഒരു വിശ്വാസം പൃഥ്വിക്കില്ലല്ലോ. നിങ്ങൾ പറയുന്ന പോലെ അത് ആത്മാവൊന്നുമല്ല, നിങ്ങളെ ആരോ മനഃപൂർവ്വം ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഒരു ഇല്യൂഷൻ മാത്രമായിരിക്കും അത്. ഈ ലോകത്ത് ഒരാത്മാവും ഒരു പ്രേതവും ഇല്ല, എല്ലാം മനുഷ്യരെ ഭയപ്പെടുത്താൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കെട്ടുകഥയല്ലേ. അപ്പോൾ അവരും പറയുന്നുണ്ട്, സാറേ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും പ്രേതത്തിലൊന്നും വിശ്വാസമില്ല, എന്നാൽ അങ്ങനെ ഒരു കാഴ്ച കണ്ടാല് ആരും ഒന്ന് ഭയന്നു പോകും. ഇനിയിപ്പോ ആ ഒരു ഹോട്ടലിലെ മാനേജറില്ലേ ഗോപാല്, അയാളായിരിക്കും ഇതിന്റെയൊക്കെ പിന്നിലെ. അപ്പൊ പൃഥ്വി, അതെന്തായാലും നമുക്ക് നോക്കിക്കളയാം. ഒരു കാര്യം ചെയ്, സേഫായിട്ട് രാവിലെ വരെ നിങ്ങൾ സ്റ്റേഷനിൽ തന്നെ സ്റ്റേ ചെയ്തോ. അങ്ങനെ അടുത്ത ദിവസം രാവിലെ വന്നിട്ട്, അപ്പോൾ നമുക്കിനി ഹോട്ടലിലേക്ക് പോവല്ലേ, നിങ്ങളുടെ ലഗേജ് ഒക്കെ ഇല്ല അവിടെ. അങ്ങനെ അവരെ കൂട്ടിയിട്ട് ആ ഒരു ഹോട്ടലിലേക്ക് പോവാണ്. അങ്ങനെ അവരുടെ റൂമിൽ പോയിട്ട് അവരുടെ സാധനങ്ങള് ബേഗ് ഐറ്റംസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ പൃഥ്വി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ കറക്റ്റ് ഈ റൂമില് ഏത് ഭാഗത്താ ആ ഒരു ആത്മാവിനെ കണ്ടിട്ടുണ്ടായിരുന്നേ? അപ്പോൾ അവരും ആ ഒരു ഭാഗം കാണിച്ചു കൊടുക്കാണ്. അവിടെ ഇനിയിപ്പോ അങ്ങനെ വല്ലതും ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്തതിന്റെ വല്ല എവിഡൻസും അങ്ങനെയൊന്നും പ്രത്യേകിച്ച് കാണുന്നില്ല. അപ്പോഴാണ് നമ്മുടെ മാനേജർ ഗോപാലില്ലേ ഹോട്ടലിലേക്ക് വരുന്നത്. അപ്പൊ പൃഥ്വി, അല്ല ഏട്ടാ, രാത്രി റൂം കൊടുത്തിട്ട്
നിങ്ങൾ നാട് ചുറ്റാൻ പോയതാ? അത് സാറേ പോണെന്ന് കരുതിയതല്ല, അർജന്റ് ഒരു ആവശ്യത്തിന് വീട്ടിൽ നിന്ന് വിളിച്ചപ്പോ അങ്ങനെ പോയതാ. എന്നാൽ അർച്ചനയും ശരണും പറയുന്നത് സാറേ ഇയാൾ നുണ പറയാ, ഇയാള് പ്ലാൻ ചെയ്തിട്ട് ചിലപ്പോ ചില കൂട്ടാളികളും കൂടിയിട്ടായിരിക്കാം ഈ ഒരു പ്രേത ഡ്രാമ ഇറക്കിയിട്ടുണ്ടാവുക. എന്നാലും ഗോപാല്, അല്ല നിങ്ങൾ എന്താ പറയുന്നത് സാറേ? ഇവര് പറയുന്ന പോലെ എനിക്ക് ഇവരെ ഭയപ്പെടുന്ന കാര്യം എന്താ? ഇവര് ചിലപ്പോ എന്തെങ്കിലും സ്വപ്നം കണ്ട് പേടിച്ചിരിക്കും, അല്ലാതെ ഇവര് പറയുന്ന പോലെ സാറേ നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? എന്നാല് നമ്മുടെ പൃഥ്വിയും ഒന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോ അർച്ചനയോടും ചരനോടും പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യ്, തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് പോയിക്കോ, ഈ ഒരു കേസ് ഞാൻ അന്വേഷിച്ചോളാം, എന്തെങ്കിലും മനസ്സിലായാല് ഞാൻ അറിയിക്കാം. അപ്പൊ പോകുന്നതിന് മുൻപ് ചരൺ തന്റെ കാർഡ് കൊടുത്തിട്ട് സാറേ എന്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് ഇതിലുണ്ട്, അപ്പോൾ എന്തെങ്കിലും കൂടുതൽ മനസ്സിലായാലേ എന്നെ വിളിച്ച് അറിയിച്ചാൽ മതി. അതും പറഞ്ഞിട്ട് അവരോട് തിരിച്ചു പോവാണ്. അതേ സമയത്ത് നമ്മുടെ ഹീറോ പൃഥ്വിയുടെ ഭാര്യ ഡോക്ടർ മേഘനയില്ലേ, അവരും ചിക്കമംഗളൂർ എന്ന ഈ ഒരു നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ ഗർഭിണിയായ തന്റെ ഭാര്യയെ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ അടുത്ത് കൂട്ടിക്കൊണ്ടുവരാണ്. അവരെ ചെക്ക് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ കുഞ്ഞ് വളരെ ഹെൽത്തിയാണ്. അത് കേട്ടപ്പോ നമ്മുടെ പൃഥ്വിക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ തന്റെ കുഞ്ഞിനോട് കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ പൃഥ്വി ഡ്യൂട്ടിക്ക് വരുമ്പോ സ്റ്റേഷനിലേക്ക് തൊട്ടടുത്ത നാട്ടിലെ ഇൻസ്പെക്ടറില്ലേ പൃഥ്വിയെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പൊ പൃഥ്വി, അല്ല എന്താ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കാര്യമുണ്ടോ? അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നത് സാറേ ഒരു ഹസ്ബൻഡിന്റെയും വൈഫിന്റെ ഇടയിൽ ഹസ്ബൻഡ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അല്ല ആ ഒരു കേസിന്റെ ആവശ്യത്തിന് ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്താ? എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അപ്പൊ ഇൻസ്പെക്ടർ, അത് സാറേ കുറച്ച് നാൾ മുൻപ് ആ ഒരു ഹസ്ബൻഡ് വൈഫും ഈ നാട്ടില് ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് രാത്രി ആ ഹോട്ടലിൽ ഒരു റൂമിൽ വെച്ചിട്ട് അവര് ഏതൊരു പ്രേതത്തിനെയോ ആത്മാവിനെയോ കണ്ട് വല്ലാതെ ഭയന്നു വരുന്നു. ആ ഒരു ഇൻസിഡന്റിൽ ഹസ്ബൻഡ് വല്ലാതെ ഭയന്നിട്ട് പിന്നെ തന്റെ ലൈഫിൽ ഒരു കാര്യത്തിലും ഒരു കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നില്ല. ഈ ഒരു കാര്യമൊക്കെ അവരുടെ ഭാര്യ തന്നെ പറഞ്ഞു. അപ്പോൾ അവര് സ്റ്റേ ചെയ്ത ആ ഒരു ഹോട്ടലിനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാ. അപ്പൊ പൃഥ്വി, അല്ല ആ ഒരു ഹോട്ടൽ ഏതാ? ആ ഒരു ഹോട്ടലിന്റെ പേര് പറയുമ്പോഴാണ് പൃഥ്വി ഷോക്കായി പോകുന്നത്. അതായത് കുറച്ചു നേരത്തെ ചരണും അർച്ചനയും പ്രേതത്തിനെ കണ്ട് ഭയന്നു എന്ന് പറഞ്ഞ അതേ ഹോട്ടലിൽ തന്നെയാണ് ഇപ്പോ നമ്മുടെ ഇൻസ്പെക്ടറും പറയുന്നത്. അപ്പൊ പൃഥ്വി, നിങ്ങൾ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് സെയിം ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ ദിവസം ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ചിലപ്പോൾ അതൊരു ഇല്യൂഷൻസ് ആയിരിക്കാം എന്നുള്ളൊരു ധാരണയിലായിരുന്നു. അങ്ങനെ അവർ ആ ഹോട്ടലിലേക്ക് പോകാൻ നോക്കുമ്പോഴാണ് ഒരു ലേഡി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ബാഗ് വിൽക്കാൻ ശ്രമിച്ചപ്പോൾ സംശയം തോന്നിയിട്ട് ആ ലേഡി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാണ്. ആ ഒരു കാഴ്ച നമ്മുടെ പൃഥ്വിയും കാണുന്നുണ്ട്. ഈ ഒരു ലേഡിയുടെ പേരാണ് നീലിമ. എന്നാൽ നീലിമ വിൽക്കാൻ നോക്കിയില്ലേ ആ ഒരു ബാഗ് എന്ന് വെച്ചാല് ഇപ്പോ മറ്റൊരു നാട്ടിൽ വെച്ചിട്ട് ഒരു ഹസ്ബൻഡ് ആത്മഹത്യ ചെയ്തില്ലേ, ആ ഒരു കേസ് അന്വേഷിക്കാൻ 2 പോലീസുകാർ വന്നില്ലേ, അപ്പോ അത് ഹസ്ബൻഡിന്റെ ഭാര്യയുടെ കാണാതായ ബാഗ് തന്നെയാണിത്. അപ്പൊ പൃഥ്വി, അല്ല നീലിമ, നിന്റെ കയ്യിൽ എങ്ങനെയാ ഈ ബാഗ് എത്തിയേ? സാറേ ഇത് എന്റെ ബാഗാ, നീ ആരോടാ കഥ ഇറക്കുന്നേ? ഇതുപോലൊരു നാട്ടില് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ബാഗ് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. ഇനി വേറെ മുറിയിൽ ചോദിക്കണോ? അപ്പോ പാളിന്ന് പറയുന്നപ്പോ അവര് പറയുന്നുണ്ട്, സാറേ നമ്മുടെ ഹോട്ടലിലെ മാനേജർ ഗോപാലില്ലേ, അയാളാണ് ഈ ഒരു ബാഗ് വിൽക്കാൻ ഏൽപ്പിച്ചത്. അപ്പോ ബാഗ് വിറ്റ് കഴിഞ്ഞാല് നമ്മള് പൈസ ഷെയർ ചെയ്യാറാണ്. ഇതുപോലെ പല ഐറ്റംസും ഇതുപോലെ ഞാൻ വിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഹോട്ടലിലേക്ക് സ്റ്റേ ചെയ്യാൻ വരുന്ന ആളുകളെ ചില ആത്മാക്കളുണ്ട് പ്രേതങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ട് അവരോട് ഓടിച്ചു വിടാറാണ്. അപ്പോൾ ചില ആളുകൾ പേടിച്ച് ഭയന്നിട്ട് പിന്നെ അവരുടെ ഒരു ഐറ്റംസും എടുക്കാൻ തിരിച്ചു വരാറില്ല. കുറച്ച് നാള് അവർ വരുന്നുണ്ടോ നോക്കിയിട്ട് വരുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഐറ്റംസ് വിറ്റ് കളയാറാണ്. അപ്പോൾ ചെറിയൊരു പൈസയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കൂട്ടുന്നതാ. ഇതിൽ കൂടുതൽ എനിക്കൊന്നും അറിയില്ല സാറേ. അങ്ങനെ നമ്മുടെ പൃഥ്വിയും ടീമും കൂടി നേരെ ആ ഒരു ഹോട്ടലിലേക്ക് പോവാണ്. എന്നിട്ട് ഗോപാലോട് ചോദിക്കുന്നുണ്ട്, അല്ല ഗോപാലെ, നിന്റെ ഹോട്ടലിൽ മാത്രം എങ്ങനെയാ പ്രേതങ്ങൾ വരുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചപ്പോൾ താൻ എന്താ പറഞ്ഞേ? അവർക്ക് തോന്നുന്നതായിരിക്കുന്നല്ലേ ഇതിനു മുൻപ് ഇതുപോലെ പല ആളുകളെയും താനോട് ഓടിച്ചിട്ടില്ലേ? അപ്പോ സത്യം പറയുന്നു, ഞാൻ പറയിപ്പിക്കണോ? എന്നാലും ഗോപാല്, ഞാൻ എന്റെ ഓണറിനെ വിളിക്കാം. ഫോൺ എടുത്തപ്പോ അയാളുടെ കാരണം അടിച്ച് പൊട്ടിച്ചിട്ട് നേരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടിരാണ്. എന്നിട്ട് പൊന്നു ഗോപാലെ, ഉള്ള കാര്യം പറ, എല്ലാം തന്റെ പ്ലാനിങ് അല്ലേ? അപ്പൊ ഗോപാല്, അല്ല സാറേ, സത്യമായിട്ട് ആ ഒരു ഹോട്ടലിൽ ഒരു ആത്മാവുണ്ട്. ആ ഒരു പ്രേതത്തിനെ കണ്ടിട്ട് സ്റ്റേ ചെയ്യാൻ വരുന്ന പല ആളുകളും ഭയന്ന് ഓടിപ്പോറുണ്ട്. അങ്ങനെ 2-3 ആൾക്കാർ പോയ ശേഷം പിന്നീട് കുറെ നാൾ കഴിഞ്ഞിട്ടും അവർ ഒഴിവാക്കി പോയ ഒരു സാധനം ചോദിച്ച് അവർ വന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് റിസ്കോ പ്രശ്നമൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് ആ ഒരു ഐറ്റംസ് നമ്മൾ വിൽക്കുന്നത്. അപ്പൊ പൃഥ്വി, ആയിക്കോട്ടെ, നിങ്ങൾ പറയുന്നത് തന്നെയാണ് സത്യം എന്ന് വെക്കാം. എന്നാൽ പൃഥ്വിയുടെ അറിവില് ചരണും അർച്ചനയും മാത്രമല്ലേ പ്രേതത്തെ കണ്ട് ഭയന്നിട്ട് ആ നാട്ടിൽ ഓടി പോയിട്ടുള്ളൂ. എന്നാൽ അതിനു മുൻപ് പല കപ്പിൾസും ഇതുപോലെ ഭയന്ന് പോയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവരാരൊക്കെയായിരുന്നു അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ അവർ ഓൾറെഡി ഹോട്ടലിലേക്ക് വരുമ്പോൾ അവിടെ രജിസ്റ്ററിൽ കുറിച്ച് വെക്കാറില്ലേ, അപ്പോൾ അതൊക്കെ വ്യക്തമായിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാനേ ഗോപാലോട് പറയാണ്. അങ്ങനെ അവർ ഓരോരുത്തരും ഡീറ്റെയിൽസും അഡ്രസ്സും എടുത്തിട്ട് കോൺടാക്ട് നമ്പർ കളക്ട് ചെയ്യാണ്. അങ്ങനെ ഓരോരുത്തരും വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ ആദ്യം ഫോൺ എടുത്തത് ഒരു വൈഫാണ്. അവർ പറയുന്നത്, എന്റെ ഹസ്ബൻഡ് ആ ഒരു ഹോട്ടലിൽ നിന്ന് എന്തോ ഒരു ആത്മാവിനെ കണ്ട് ഭയന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്തതാണെന്നാണ്. അതിനുശേഷം അവിടെ സ്റ്റേ ചെയ്തിട്ട് ആത്മാവിനെ കണ്ട് ഭയന്നെന്ന് പറഞ്ഞ എല്ലാ ആളുകളെയും വിളിച്ചന്വേഷിക്കുമ്പോൾ അവരിൽ ഒന്നുകിൽ ഹസ്ബൻഡ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വൈഫ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 2 പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും ആ ഒരു ഹോട്ടലിൽ അവർ സ്റ്റേ ചെയ്ത റൂമിൽ നിന്ന് ഏതൊരു ആത്മാവിനെ കണ്ടിട്ട് പിന്നീട് പൊസസ്ഡ് ആയ പോലെ ആ ഒരു ആത്മാവിന്റെ വരുതിയിൽപ്പെട്ട പോലെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവര് ആത്മഹത്യക്ക് ട്രൈ ചെയ്യലാണ്. എന്നാൽ പൃഥ്വിക്ക് ഒന്നും
മനസ്സിലാവുന്നില്ല. ഇങ്ങനെ സംഭവിക്കാൻ ഒരു ചാൻസും ഇല്ലല്ലോ. ഇതിന്റെ പിന്നിൽ എന്തായിരിക്കും? അപ്പോ ദേഷ്യത്തില് ഗോപാലിനോട്, അല്ല എത്ര നാളായി ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും മർമ്മമുണ്ടോ? അപ്പോഴാണ് അയാൾ പറയുന്നത്, സാറേ ഒരു 5 വർഷം മുമ്പ് ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അതായത് കഥയുടെ ആരംഭത്തില് 2 കപ്പിൾസ് ആ റൂമിലേക്ക് പോയപ്പോ എന്താ സംഭവിച്ചെന്നറിയാതെ ആ റൂമിൽ വെച്ച് കുറച്ചു കഴിഞ്ഞപ്പോ ഹസ്ബൻഡ് ആത്മഹത്യ ചെയ്തിരുന്നില്ലേ? അതിനുശേഷമാണ് ആ റൂമിൽ ആരൊക്കെ സ്റ്റേ ചെയ്താലും ആ ഒരു ആത്മാവിനെ കാണുന്നത്. ചിലപ്പോ അന്ന് മരണപ്പെട്ട ആ ഒരു ഹസ്ബൻഡിന്റെ ആത്മാവായിരിക്കാം ഇപ്പോഴും ആ റൂമിലുള്ളതും ഇതുപോലെ ആ റൂമിൽ സ്റ്റേ ചെയ്യുന്ന എല്ലാ കപ്പിൾസിനെയും ഭയപ്പെടുത്തുന്നതും. എന്നാൽ അത് കേട്ടപ്പോൾ നമ്മുടെ പൃഥ്വിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അന്ന് ആ റൂമിൽ സ്റ്റേ ചെയ്ത എല്ലാ ആളുകളും ആത്മാക്കളെ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഹസ്ബൻഡ് കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ വൈഫ് കണ്ടിട്ടുണ്ടാവും. വളരെ റയറായിട്ട് മാത്രമേ 2 പേര് കണ്ടിട്ടുള്ളൂ. ഇതിന്റെ പിന്നില് എന്തൊക്കെയോ രഹസ്യം ഉണ്ടല്ലോ. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു കാര്യം കണക്ട് ആവുന്നത്. അല്ല 5 വർഷങ്ങൾക്ക് മുൻപ് ആദ്യം ആ ഒരു ഹോട്ടലിൽ മരണപ്പെട്ടത് ആരായിരിക്കും? കാരണം അയാള് കാരണമാണ്, അല്ലെങ്കിൽ അയാളുടെ പ്രേതാണ് ബാക്കിയുള്ള ആളുകളെ ഭയപ്പെടുത്തുന്നതെന്നോ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്നല്ല പറയുന്നത്. അങ്ങനെ അയാളുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയുടെ ഏട്ടനായിട്ടുള്ള കാർത്തിയാണ്. എന്നാൽ തന്റെ ഏട്ടൻ മരണപ്പെടുന്ന സമയത്ത് നമ്മുടെ ഹീറോയുടെ എക്സാമിന്റെ തിരക്കായിട്ട് പുറത്തായിരുന്നു. അപ്പോൾ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് തന്റെ അച്ഛനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ, ഏട്ടൻ കാർത്തി മരണപ്പെട്ടത് ചിക്കമംഗളൂരിലെ ഹോട്ടലിൽ വെച്ചിട്ടാണോ? അപ്പോൾ അച്ഛനും അത് കൺഫേം ചെയ്യാണ്. ഹീറോ ഷോക്കായി പോകുന്നുണ്ട്. അങ്ങനെ തന്റെ ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഏട്ടൻ ആത്മഹത്യ ചെയ്ത കാര്യവും ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്നത് കാണുന്നത്. എന്നാൽ ഏട്ടൻ കാർത്തിക്ക് കുറച്ചധികം കടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അത് കാരണമായിരിക്കാം ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവാന്ന് ഫാമിലിയും കരുതിയതാണ്. അന്ന് കാർത്തിയുടെ വേർപാടില് ഹീറോയുടെ ഏട്ടത്തിയമ്മയില്ലേ, അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അവരും മെന്റലി വല്ലാതെ തകർന്നു പോയിട്ട് കുറച്ച് നാളിന് ശേഷം അവരും ആത്മഹത്യ ചെയ്യായിരുന്നു. നമ്മുടെ പൃഥ്വിക്ക് തന്റെ ഏട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്തും തന്റെ ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന സമയത്തൊക്കെ എപ്പോഴും ഏട്ടൻ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ പൃഥ്വി പോലീസാകാൻ തന്നെ കാരണം ഏട്ടനാണ്. അപ്പോൾ തന്റെ ഏട്ടന്റെ മരണമായിട്ട് ഈ കേസിന് ബന്ധമുണ്ട്, ഏട്ടന്റെ ആത്മാവാണ് അവരൊക്കെ കൊലപ്പെടുത്തുന്ന അറിഞ്ഞപ്പോൾ ഹീറോ മെന്റലി തകർന്നു പോണ്. അങ്ങനെ ഏട്ടന്റെയും ഏട്ടത്തിയമ്മയുടെയും കല്ലറടരിയിലേക്ക് ഒരു സമാധാനത്തിനായിട്ട് വരികയാണ്. അങ്ങനെ പൃഥ്വി തന്റെ ഏട്ടനെയും ഏട്ടത്തിയമ്മയും കുറിച്ചുള്ള എല്ലാ കാര്യവും ഹീറോയിൻ മേഘനയോട് പറയുന്നുണ്ട്. മേഘനയ്ക്കും ഹീറോയുടെ ഏട്ടനെ നല്ലോണം അറിയാം. അതായത് പൃഥ്വിയും മേഘനയും പ്രണയിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും ഏട്ടന് മുമ്പിൽ പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൃഥ്വി എന്റെ ഏട്ടനാണ് പ്രേതമായി വന്നിട്ട് ആ ജനങ്ങളിലേക്ക് കൊലപ്പെടുത്തുന്നതെന്ന് ഇപ്പോ പലരും വിശ്വസിക്കുന്നില്ല. എന്നാൽ എന്റെ ഏട്ടൻ നിരപരാധിയാണെന്നും അതിന്റെ പിന്നിലെ ഏത് കൈയുണ്ടെങ്കിലും അവനെ പുറത്തു കൊണ്ടുവന്നേ മതിയാവും. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ പൃഥ്വിയും ടീമും കൂടെ പോലീസ് ഹെഡിനോട് ആ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും പറയാണ്. അപ്പോൾ അവരും ഷോക്കായിട്ട്, അല്ല സ്പെസിഫിക് ആയിട്ട് ആ ഒരു സ്ഥലത്ത് മാത്രം ഇത്രത്തോളം മരണങ്ങൾ നടന്നു, സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനി ഒരിക്കലും ഒരു മരണം പോലും നടക്കാൻ പാടില്ല, ഉടനെ തന്നെ എങ്ങനെയെങ്കിലും ഈ ഒരു കേസ് സോൾവ് ചെയ്യാൻ നമ്മുടെ ഹീറോ പൃഥ്വി ഏൽപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ഇല്ലേ അവസാനമായിട്ട് നമ്മുടെ ചരണിനെയും അർച്ചനെ രക്ഷപ്പെടുത്തിയിരുന്നില്ലേ, അപ്പോൾ ചരണിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ചരണില്ലേ അവനും ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ടതായിട്ട് അറിയാണ്. അങ്ങനെ ഉടനെ തന്നെ നമ്മുടെ ചരണിന്റെ വീട്ടിലേക്ക് വന്ന് അവന്റെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അല്ല ചരണ് ആത്മഹത്യ ചെയ്യാനും മാത്രം എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടായിരുന്നോ? എന്നാൽ അച്ഛൻ പറയുന്നത് അവനങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ആത്മഹത്യ ചെയ്യാനും മാത്രം. പക്ഷെ അവനെന്നെ വിട്ടുപോകുന്നതിന് കുറച്ച് നാൾ മുൻപ് വരെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, അവൻ വല്ലാതെ ഭയത്തിലായിരുന്നു, എന്തോ അവനെ ഹോണ്ട് ചെയ്യുന്ന പോലെ. അപ്പോൾ നമ്മുടെ പൃഥ്വി ചോദിക്കുന്നുണ്ട്, അല്ല ചരണിന്റെ ഭാര്യ അർച്ചന അവരെവിടെ, അവരൊക്കെ അല്ലേ? അപ്പോൾ ചരണിന്റെ അച്ഛൻ ഷോക്കായിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് അവന് കല്യാണം കഴിഞ്ഞു? അവന്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, അവനൊരു ഭാര്യയും ഇല്ല. അപ്പൊ പൃഥ്വി ഷോക്കായിട്ട് അവന് കല്യാണം കഴിഞ്ഞിട്ടില്ലാന്നോ? അപ്പൊ അവന്റെ കൂടെ അന്ന് കണ്ട ആ പെൺകുട്ടി അർച്ചന അവളാരാ? അപ്പോ അവളെ കുറിച്ച് മനസ്സിലാക്കണല്ലോ. അങ്ങനെ അവളുടെ ഡീറ്റെയിൽസും അഡ്രസ്സും എടുത്തിട്ട് അവളുടെ ഫോൺ നമ്പറിൽ വിളിച്ചു നോക്കുമ്പോൾ അവളും ഓൾറെഡി വല്ലാതെ ഡിപ്രഷനിലാണ്. അതായത് ചരൺ മരണപ്പെട്ടത് അവൾ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ചരണും അർച്ചനയും അവരുടെ മാരേജ് കഴിഞ്ഞിട്ടില്ല, അവര് ലിവിങ് ടുഗദറിലായിരുന്നു. അങ്ങനെ അർച്ചനയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ അവള് പറയുന്നുണ്ട്, സാറ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ വേഗം തന്നെ അവളെ കാണാൻ വീട്ടിൽ നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ടീം ഷോക്കായി പോവാണ്. അതായത് അവരെത്തുന്നതിന് മുൻപ് അർച്ചനയിലെ അവളും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അല്ല കുറച്ചു നേരത്തെ സംസാരത്തില് ഇവൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോഴാണ് അവിടെ ഒരു ലെറ്റർ കാണുന്നത്, അതില് ചരണില്ലാത്ത ഈ ലോകത്ത് ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അതുപോലെ അർച്ചന അവള് ഗർഭിണിയായിരുന്നുവെന്നും ആ ഒരു ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ പൃഥ്വിയുടെ സംശയം അവൾ ആത്മഹത്യ ചെയ്തതിലല്ല, എന്നാൽ തന്നോട് വരാൻ പറഞ്ഞിട്ട് അവിടെ എത്തുന്നതിന് മുൻപ് അവൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വേറെ എന്തോ ഇല്ലേ, അവളെ ആരെങ്കിലും ഫോഴ്സ് ചെയ്യിപ്പിച്ചതായിരിക്കോ? അങ്ങനെ തന്റെ സംശയങ്ങളൊക്കെ ഭാര്യ മേഘനോട് പറഞ്ഞിട്ട് ഇതുപോലെ ആ ഒരു ഹോട്ടലിൽ മുൻപ് സ്റ്റേ ചെയ്ത ഒരു ആക്ട്രസ് ഉണ്ട്, അവളുടെ പേര് ദിവ്യ എന്നാണ്, അവളുടെ ഹസ്ബൻഡ് ഹരി. എന്നാൽ കുറച്ച് നാൾ മുൻപ് ഹരിയും ഇതുപോലെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നാളെ ദിവ്യ ഒന്ന് മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അവളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ ഞാൻ ബ്ലോക്കായി നിൽക്കുന്ന എല്ലാ സംശയങ്ങളും എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ അടുത്ത ദിവസം തന്നെ ദിവ്യ കാണാൻ വന്നിട്ട് അവളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവളുടെ ലൈഫിൽ സംഭവിച്ച എല്ലാ കാര്യവും പറയാണ്. അതായത് ദിവ്യയും ഹരിയും പ്രണയത്തിലായിരുന്നു, എന്നാൽ ഇവരുടെയും മാരേജ് കഴിഞ്ഞിട്ടില്ല, ലിവിങ് ടുഗദർ
വൈറലായിരുന്നു. അതിനിടയിൽ ദിവ്യയും പ്രഗ്നന്റ് ആയിരുന്നു. എന്നാൽ ദിവ്യ ഒരു അറിയപ്പെടുന്ന ആക്ട്രസ് അല്ലേ. ഇനിയിപ്പോ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സിറ്റുവേഷൻ വന്നാല് പിന്നീട് കുറേയധികം വർഷങ്ങളോളം ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരില്ലേ. അപ്പോൾ തന്റെ ഈ ഒരു ഫെയിമും ഓപ്പർച്യൂണിറ്റിയും പോകുന്നു പറഞ്ഞിട്ട് അവര് ആ ഒരു കുഞ്ഞിനെ ഒഴിവാക്കാനായിട്ട് അബോർട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഹരിയും ദിവ്യയും ആ ഒരു നാട്ടിലെ പല ഹോസ്പിറ്റലിലും പോയിട്ട് അവരുടെ റിക്വസ്റ്റ് പറഞ്ഞിട്ടും ഓരോ ഡോക്ടേഴ്സും അതിന് സമ്മതിച്ചില്ല. അപ്പോൾ വല്ലാതെ മെന്റലി തകർന്നു പോയപ്പോഴാണ് നമ്മുടെ ചിത്തമംഗളൂരിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ആരും അറിയാതെ ഇതുപോലെ അബോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നൊരു വാർത്ത അറിയുന്നത്. അങ്ങനെ ഉടനെ തന്നെ അബോർട്ട് ചെയ്യാനായിട്ട് അവര് ചിത്തമംഗളൂരിലേക്ക് വന്നതാണ്. എന്നാൽ വന്ന ശേഷമാണ് അവരറിയുന്നത് തുടർച്ചയായിട്ട് പല അബോർഷനും ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് നടന്നപ്പോൾ അവസാനം വലിയ പ്രശ്നമായിട്ട് ആ ഒരു ഹോസ്പിറ്റൽ തന്നെ അടച്ചു മൂടിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ, അവസാനമായിട്ടായിരുന്നു ഒരു വഴിയായിരുന്നില്ലേ. അങ്ങനെ കുടുങ്ങി നിന്നപ്പോഴാണ് ആ ഒരു നാട്ടിൽ വെച്ചിട്ട് മഞ്ജുനാഥ് എന്ന ഒരാളെ പരിചയപ്പെടുന്നത്. അപ്പോൾ അയാൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചപ്പോൾ അയാളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തു. ഇങ്ങനെ അബോർഷന് വന്നതാണ്, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ മഞ്ജുനാഥ് പറഞ്ഞത് അയാൾക്ക് പരിചയമുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, ഇന്നിപ്പോൾ രാത്രി ആയില്ലേ, നമുക്ക് നാളെ പോയി കളയാം, ഇന്ന് നിങ്ങളിവിടെ തന്നെ എനിക്ക് പരിചയമുള്ള ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തോ. അങ്ങനെയാണ് മഞ്ജുനാഥിന്റെ വാക്ക് കേട്ടിട്ട് ആ ഒരു നാട്ടിലെ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നത്. തുടക്കത്തിലൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, സമാധാനത്തിൽ ഉറങ്ങാൻ കിടന്നതാണ്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്തോ ശബ്ദവും ആരോ റൂമിലൂടെ പോകുന്ന പോലെ തോന്നിയിട്ട് പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റതാണ്. അപ്പോഴാണ് ആ റൂമിലൊരു ഭാഗത്ത് ഒരു പ്രേതത്തിനെ, ആത്മാവിനെ ഞാൻ കാണുന്നത്. ഞാൻ ഓടി ഹരിയുടെ അടുത്ത് വന്നിട്ട് അവനെ വിളിച്ചെഴുന്നേപ്പിച്ച് ഞാൻ കണ്ട കാര്യം പറഞ്ഞപ്പോൾ അവനാണെങ്കിൽ ഞാൻ പറയുന്നത് വിശ്വസിച്ചില്ല. നിനക്ക് സംശയം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അവനെ കൂട്ടിയിട്ട് ആ റൂമിലൊക്കെ നമ്മൾ തേടി നോക്കി. എന്നാൽ അപ്പൊ അവിടെ എവിടെ ഒന്നിനും കാണാണ്ടായിരുന്നില്ല. അപ്പോഴാണ് തൊട്ടടുത്തൊരു റൂം കണ്ടത്. അപ്പൊ ആ റൂമിലേക്ക് നമ്മൾ കയറിയപ്പോൾ പെട്ടെന്ന് ആ റൂമിന്റെ വാതില് ഓട്ടോമാറ്റിക് ആയിട്ട് അടഞ്ഞുപോയി. അപ്പോഴാണ് ആ റൂമിന്റെ ഒരു ഭാഗത്തായിട്ട് ആ ഒരു പ്രേതത്തിനെ ഞങ്ങൾ കാണുന്നേ. ഞങ്ങള് വല്ലാതെ ഭയന്നുപോയി, പേടിച്ച് വിറച്ച് അപ്പൊ തന്നെ ആ ഹോട്ടലിൽ നിന്ന് ജീവനെ കൊണ്ട് ഓടിയതാ. എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ നിന്ന് പതിയെ ആ ഒരു തോട്ടം ഞാൻ എടുത്തു കളഞ്ഞു. പിന്നെ എന്റെ ഷൂട്ടിങ്ങും വർക്കുമായിട്ട് ഞാൻ ബിസിയായി. എന്നാൽ ഹരിയുടെ അവസ്ഥ കുറച്ച് മോശമായി. അവന്റെ ബിസിനസ്സിൽ അവന് ശ്രദ്ധിക്കാൻ പറ്റാതെയായി. പതിയെ ബിസിനസ് തകർന്നു തുടങ്ങി. പിന്നെ വീട്ടിൽ തന്നെയായി. അപ്പോൾ വല്ലാതെ ഭയപ്പെട്ടിട്ട് ഇടക്കിടക്ക് എന്നെ വിളിച്ച് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല, നീ എപ്പോഴാ വരുന്നേ, അങ്ങനെ ചെറിയ കുട്ടികളെ പോലെ വല്ലാതെ പേടിക്കാൻ തുടങ്ങിയപ്പോ നീ എന്തിനാ പേടിക്കുന്നേ, അന്നാ സംഭവം നടന്നിട്ട് പിന്നെ നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ, കുറച്ച് കഴിയുമ്പോൾ എന്റെ ഷൂട്ടിംഗ് കഴിയും, ഞാൻ വേഗം തന്നെ വീട്ടിലേക്ക് വന്നേക്കാം. അങ്ങനെ ഫോണും കട്ട് ചെയ്ത് ഞാൻ വീട്ടിൽ വന്ന് ഹരിയെ വിളിച്ചപ്പോൾ അവൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോഴാണ് ഉള്ളില് ഞാൻ ആ കാഴ്ച കാണുന്നത്. അതായത് ഹരി അവൻ ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കാര്യം കണക്ട് ആവുന്നത്. അതായത് കുറച്ചു മുൻപ് ചരൺ ആത്മഹത്യ ചെയ്തില്ലേ, അവന്റെ ഭാര്യ അർച്ചന, അവളും ഗർഭിണിയായിരുന്നു. അതിനുശേഷം അവൾ ആത്മഹത്യ ചെയ്തു. ഇപ്പോ ദിവ്യയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ദിവ്യയും ഗർഭിണിയാണ്. ദിവ്യയുടെ ഹസ്ബൻഡ് ഹരിയും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇപ്പോ നിലവിൽ നടന്ന 2 മരണത്തിലും 2 സ്ത്രീകളും ഗർഭിണിയായ സ്ഥിതിക്ക് ഇതിന് മുൻപ് നടന്ന ബാക്കി മരണങ്ങളിലും സ്ത്രീകൾ ഗർഭിണി ആയിരുന്നെങ്കിലോ. അങ്ങനെ അവർ ഓരോരുത്തരും ഡീറ്റെയിൽസ് എടുത്തു നോക്കുമ്പോൾ മൊത്തത്തിലെ 12 സ്ത്രീകളും ഗർഭിണികളായിരുന്നു. അല്ല, ഇതിപ്പോ എന്താ, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ അല്ലെങ്കിൽ കപ്പിൾസിനെ മാത്രമായിട്ടാണല്ലോ അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് ആ ഒരു ഹോട്ടലിൽ പല ആളുകൾ റൂം എടുക്കുന്നുണ്ട്, പല ആളുകൾ സ്റ്റേ ചെയ്യുന്നുണ്ട്. എന്നാൽ അവർക്കൊന്നും അവരുടെ ലൈഫിൽ ഒരു ആപത്തും സംഭവിക്കുന്നില്ല. എന്നാൽ സ്പെസിഫിക് ആയിട്ട് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ കപ്പിൾസിന് മാത്രമേ ഇതുപോലെ അപകടം സംഭവിക്കുന്നുള്ളൂ. ഇവരെയൊക്കെ ആ ഒരു ഹോട്ടലിൽ എത്തിക്കുന്നത് ആരാ, ആ മഞ്ജുനാഥ് അല്ലേ. അപ്പോ അടുത്തത് അവനാണ് ചോദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നിലവിലുള്ള സംശയങ്ങളൊക്കെ ക്ലിയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അവന്റെ അഡ്രസ്സും കണ്ടെത്തിയിട്ട് വീട്ടിലേക്ക് വന്ന് വാതിൽ തട്ടിയിട്ടും ആരും വാതിൽ തുറക്കുന്നില്ല. കുറെ വിളിച്ചു നോക്കിയിട്ട് റെസ്പോണ്ട് കിട്ടാതായപ്പോ ഇനി ഉള്ളിൽ ആളുണ്ടോന്ന് അറിയാന് ജനൽ തുറന്നു നോക്കുമ്പോ പോലീസ് ടീം ഷോക്കായി പോവാണ്. കാരണം അവരെത്തുന്നതിന് മുൻപ് മഞ്ജുനാഥ് അവനും ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ആഹാ, എവിടെയെങ്കിലും ഒന്ന് കരക്കടുപ്പിക്കാൻ നോക്കുമ്പോ വീണ്ടും ചോട്ടി താഴെയിടുക. ഈ മഞ്ജുനാഥും ആ ഹോട്ടലിലെ മാനേജറില്ലേ ഗോപാല്, രണ്ടുപേരും കൂട്ടാളികളാണെങ്കിലോ മഞ്ജുനാഥ് എന്തായാലും മരണപ്പെട്ടു. അപ്പൊ ഗോപാലിനെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് പഞ്ഞു കിട്ടി ചോദിക്കുന്നുണ്ട്, സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രായം ഞാനങ്ങ് മറക്കും. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, സാർ എനിക്ക് കൂടുതലൊന്നും അറിയില്ല. മഞ്ജുനാഥ് അവൻ ആദ്യം ഒരു ഹോസ്പിറ്റലായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഹോസ്പിറ്റൽ ഏതെന്ന് വെച്ചാൽ ആ നാട്ടിലുണ്ടായിരുന്ന അബോർഷൻ നടത്തുന്ന ഹോസ്പിറ്റലായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം അത് അടച്ചുമുടുന്നത്. അപ്പോൾ മഞ്ജുനാഥും ഞാനായിട്ടുള്ള ബന്ധം ഇടയ്ക്കിടയ്ക്ക് അവന്റെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന അല്ലെങ്കിൽ അവന് പരിചയമുള്ള പല കസ്റ്റമേഴ്സിനെയും അവൻ ഹോട്ടലിലേക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ചെറിയ കമ്മീഷൻ അവന് കിട്ടും. എന്നാൽ പിന്നീടാണ് പല കപ്പിൾസും ഹോട്ടലിൽ നിന്ന് ഭയന്ന് വരാതായിട്ട് അവരുടെ പല സാധനങ്ങളും ഒഴിവാക്കിയിട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു സാധനങ്ങൾ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പൈസയും നമ്മൾ ഷെയർ ചെയ്യും. അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ല സാർ, എനിക്കൊരു സംശയം, ആ മഞ്ജുനാഥ് അവൻ അയക്കുന്ന ആളുകൾ മാത്രമായിരുന്നു ഹോട്ടലിൽ നിന്ന് മിസ്സായതെന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ അടുത്ത് പോലും അവനൊരു കപ്പിൾസിനെ അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഉള്ളിലുള്ള ഭയം കൊണ്ട് ഞാൻ അവർക്ക് റൂം കൊടുക്കാതെ പറഞ്ഞയച്ചേ. അപ്പൊ ഹീറോ, ആഹാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാ, എന്നാല് ആ ഒരു കപ്പിൾസിന്റെ ഡീറ്റെയിൽസും ഉണ്ട്. അങ്ങനെ ആ കപ്പിൾസിലെ പയ്യൻ, അവന്റെ പേര് മഹി എന്നാണ്, അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിന്നെയും രേണുവിനെയും എനിക്കൊന്ന് കാണണല്ലോ. അല്ല സാർ, എന്താ കാര്യം, നേരിട്ട് പറയാന്ന്. അങ്ങനെ രണ്ടുപേരും ഡയറക്റ്റ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അപ്പൊ ഹീറോ രേണുവിനോട്, അല്ല നിങ്ങളിപ്പോ ഗർഭിണിയല്ലേ, ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനുള്ള പ്ലാനിലും അല്ലേ. അപ്പോൾ മഹി രേണു ഷോക്കായിട്ട്, അല്ല സാറേ, ഇത് ഞങ്ങൾ അധികം ആരോടും പറഞ്ഞിട്ടില്ല, പിന്നെ സാറിന് ഇങ്ങനെ മനസ്സിലായി. അപ്പോൾ ഹീറോയ്ക്ക് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്,
അതായത് അടുത്തതായിട്ട് മരണപ്പെടാൻ പോകുന്നത്, ടാർഗറ്റ് ചെയ്യപ്പെട്ടുള്ളത് അത് ഇവരാണ്. ഇവർക്ക് ഏത് സമയത്ത് എവിടെ വെച്ച് വേണമെങ്കിലും എന്തും സംഭവിക്കാം. എന്നാൽ അത് നടക്കാതെ തടുക്കേണ്ടത് പോലീസ് ടീമിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ അവരെ സേഫ് ആക്കിയിട്ട് എപ്പോഴും അവരുടെ മേലെ ഒരു നോട്ടുണ്ടാവണം. ഒരാപത്ത് അവർക്ക് വരാതിരിക്കാൻ പാടില്ല എന്ന് തന്റെ അസിസ്റ്റൻസിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ആ കേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഹീറോ പഠിക്കുമ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ മേഘനയിലെ വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് എഴുന്നേൽക്കാണ്. ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ലാത്ത എന്തോ ഒരു വിചിത്രമായ ശബ്ദം. അല്ല ഇതിപ്പോ എവിടുന്നായിരിക്കും? എന്നാലും നോക്കുമ്പോൾ കറണ്ടും ഇല്ല. അങ്ങനെ ടോർച്ച് അടിച്ച് ആ ഒരു വീട് മുഴുവനായിട്ട് എവിടുന്നായിരിക്കും ശബ്ദം കേട്ടതെന്ന് തേടി നോക്കുമ്പോൾ പെട്ടെന്ന് ഒന്നും മനസ്സിലെന്നില്ല. അപ്പോഴാണ് ബാത്റൂമിന്റെ ഭാഗത്തുനിന്ന് ശബ്ദം കേൾക്കുന്നത്. അത് കേട്ട് പേടിച്ചിട്ട് ബാത്റൂമിലേക്ക് പോയി നോക്കുമ്പോൾ ബാത്റൂമിന്റെ കണ്ണാടിയിലില്ലേ ഒരു ആത്മാവിന്റെ രൂപം കാണാണ്. ആ കാഴ്ച കണ്ട് മേഘന വല്ലാതെ ഭയന്ന് നിൽക്കുമ്പോൾ അവളുടെ മുമ്പിൽ വെച്ച് ആ കണ്ണാടി പതിയെ പതിയെ ക്രാക്ക് വീഴാണ്. അതുപോലെ ആ കണ്ണാടിയിൽ ആരോ എഴുതുന്നുണ്ട്, മര്യാദക്ക് എന്റെ പിന്നലെ വരുന്നത് നിർത്തിക്കോ, അതല്ലെങ്കിൽ മരണം എന്ന ശിക്ഷ നേരിടേണ്ടി വരും. മേഘന വല്ലാതെ ഭയന്നിട്ട് നമ്മുടെ ഹീറോ പൃഥ്വി വിളിച്ച് കാര്യം പറയാണ്. കേട്ട പാതി തന്നെ വേഗം തന്റെ വണ്ടി എടുത്തിട്ട് വീട്ടിലേക്ക് പാഞ്ഞു വരുന്നുണ്ട്. എന്നാൽ നോക്കുമ്പോൾ വീട്ടിൽ എവിടെയും ലൈറ്റ് ഇല്ല. ഭാര്യയെ മേഘന എന്ന് വിളിച്ചു നോക്കിയിട്ടും ഒരു റെസ്പോണ്ടും ഇല്ല. അങ്ങനെ ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോഴാണ് ബാത്റൂമിന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് ഭാര്യ തരിച്ചു നിൽക്കുന്ന കാണുന്നേ. അല്ല എന്താ പറ്റിയേ? അപ്പോഴാണ് അവള് പറയുന്നേ, ആ കണ്ണാടി നോക്ക്. അപ്പോഴാണ് കണ്ണാടിയിൽ എഴുതിയ കാഴ്ച കണ്ടിട്ട് നമ്മുടെ പൃഥ്വിയും ഷോക്കാവുന്നത്. അപ്പൊ പെട്ടെന്നൊരു ഫോൺ വരുന്നുണ്ട്. നോക്കുമ്പോൾ സ്റ്റേഷനിൽ നിന്നാണ്. സാറേ അർജന്റ് ആയിട്ട് ഇങ്ങോട്ട് വരുമോ? വേഗം തന്നെ പൃഥ്വി സ്റ്റേഷനിൽ പോയി നോക്കുമ്പോൾ അവിടെ അവര് പ്രൊട്ടക്ഷനിൽ വെച്ച മഹിയും രേണുവില്ലേ, അതിലെ ഹസ്ബൻഡ് മഹി അവൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആ പോലീസ് ടീമിന്റെ ശ്രദ്ധ പതിയൊന്ന് മാറിയപ്പോഴാണ് അവനെ കടുങ്കൈ ചെയ്തത്. അതും കണ്ട് രേണു ഷോക്കായി നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹീറോയിലെ ഞെട്ടി എഴുന്നേൽക്കാണ്. അതായത് തന്റെ ഭാര്യ വീട്ടിലെ ബാത്റൂമിൽ കണ്ടതും അതുപോലെ മഹി ആത്മഹത്യ ചെയ്തായിട്ട് കണ്ടില്ലേ, അതും സ്വപ്നം മാത്രമായിരുന്നു. അങ്ങനെ പൃഥ്വി എഴുന്നേറ്റപ്പോൾ രാവിലെ ആയില്ലേ. അപ്പോൾ മഹിയെയും രേണുവിനെയും പോലീസ് ടീം ഏൽപ്പിച്ചിട്ട് തന്റെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഭാര്യ മേഘനയോട് താൻ രാത്രി കണ്ട ആ ഒരു സ്വപ്നത്തെക്കുറിച്ചും കേസിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആവാനായിട്ട് ബാത്റൂമിൽ കയറുമ്പോൾ എന്തോ ഒന്ന് കണ്ടിട്ട് പൃഥ്വി ഷോക്കാവാണ്. നോക്കുമ്പോൾ രാത്രി സ്വപ്നത്തിൽ കണ്ട പോലെ ആ ഒരു ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അതുപോലെ ആ ഒരു ചില്ലിലെ എന്താണ് എഴുതിയിരുന്നത് അതുപോലെ എഴുതിയിട്ടുണ്ട്. ഉടനെ തന്റെ ഭാര്യ മേഘനെ വിളിച്ചിട്ട് ആ ഒരു കാഴ്ച കാണിച്ചു കൊടുക്കാണ്. എന്നാൽ ഇതുവരെ നമ്മുടെ പൃഥ്വിക്ക് പ്രേതത്തിന്റെ മേലെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അതുപോലെ തന്റെ കൺമുമ്പില് വീട്ടില് നടന്നുകൂടി ആയപ്പോ ഇനിയിപ്പോ ശരിക്കും പ്രേതം ഉണ്ടാവോ? ഇതുവരെ നടന്ന കൊലപാതകത്തിനൊക്കെ പിന്നിലെ ആത്മാവായിരിക്കോ? അതുമാത്രല്ല തന്റെ ഭാര്യ മേഘന അവളിപ്പോ ഗർഭിണിയല്ലേ, ഇനിയിപ്പോ അവൾക്ക് വല്ല ആപത്തും സംഭവിക്കോ? അങ്ങനെ വല്ലാതെ ഭയന്ന് നിൽക്കുമ്പോ മേഘനയും പറയുന്നുണ്ട്, നമുക്ക് ഈ നാട് വേണ്ട, തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോയാലോ? എന്നാലും പൃഥ്വി നീ ഭയക്കണ്ട, ഞാൻ കൂടിയില്ലേ. അങ്ങനെ വേഗം തന്നെ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോഴാണ് മഹി രേണുവില്ലേ അവര് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നാട്ടിലേക്ക് പോകാൻ നോക്കുന്നത്. സാറേ ഇന്നലെ രാത്രി സാറ് പറഞ്ഞ പോലെ സ്റ്റേഷനിൽ സ്റ്റേ ചെയ്തില്ലേ, ഇനി നമ്മൾ വീട്ടിൽ പോട്ടെ. അപ്പോൾ പൃഥ്വിയും ആയിക്കോട്ടെ ധൈര്യമായിട്ട് പോയിക്കോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് പോലെ തോന്നിയാല് ഉടനെ എന്നെ ഇൻഫോം ചെയ്താൽ മതി. അങ്ങനെ മഹി കാറ് സ്റ്റാർട്ടാക്കാൻ നോക്കുമ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല. ആ ഒരു കാഴ്ച കണ്ട പോലീസ് ടീം എന്താ പറ്റിയ നോക്കുമ്പോൾ ചിലപ്പോ ഇന്നലെ മൊത്തം ഓൺ ചെയ്യാത്തോണ്ട് ബാറ്ററി ഇറങ്ങിയതായിരിക്കും. എന്നിട്ട് ഒരു ഓഫീസർ വണ്ടിയിൽ കയറിയിട്ട് ബാക്കി ഓഫീസേഴ്സ് വണ്ടി പിന്നിൽ നിന്ന് തള്ളുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഗിയറിലേക്ക് ഇട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പൊ മഹിയും സമാധാനായി. ഇനി പോവാന്ന് കരുതിയപ്പോ പെട്ടെന്നില്ലേ ആ ഒരു വണ്ടി സ്റ്റാർട്ടാക്കി എടുത്ത പോലീസുകാരൻ ആ ഒരു കാറ് വേഗത്തില് മഹി കൊണ്ട് ഇടിക്കുകയാണ്. ആ ഒരു അപകടത്തിൽപ്പെട്ട് തന്നെ മഹി മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ തടിച്ചുകൂടി പോലീസും അതുപോലെ നമ്മുടെ പൃഥ്വിയും ചോദിക്കുന്നുണ്ട്, തനിക്ക് എന്താണ് പറ്റിയേ? എന്നാൽ ആ പോലീസുകാരൻ മറുത്തൊന്നും പറയാതെ പൃഥ്വിയെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഉള്ളിലേതോ ആത്മാവ് കയറിയ പോലെ അയാളുടെ കൺട്രോൾ നഷ്ടപ്പെട്ടതാണെന്ന് കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റൻസ് എല്ലാം പറയുമ്പോൾ നേരിട്ട് ആ കാഴ്ച നമ്മുടെ ഹീറോയും കണ്ടതല്ലേ. അപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന സംശയമൊക്കെ ഇപ്പൊ സ്ട്രോങ് ആവാണ്. വല്ലാതെ ഭയം കൂടുന്നുണ്ട്. അങ്ങനെ ആ ഗ്രാമത്തിൽ നടന്നിട്ടുള്ള തുടർ മരണത്തെക്കുറിച്ചും ഇപ്പോ സ്റ്റേഷനിൽ വെച്ച് നടന്ന ഈ അപകടത്തെക്കുറിച്ചൊക്കെ മീഡിയ ടീംസിന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ പൊതുജനത്തിന് മുമ്പിലേക്ക് അവരെല്ലാ കാര്യം ഡിസ്ക്ലോസ് ചെയ്യാണ്. 5 വർഷത്തിന് മുൻപ് ചിക്കമംഗ്ലൂരിലെ ഒരു ഹോട്ടലിൽ വെച്ച് മരണപ്പെട്ട ഒരു ഹസ്ബൻഡ് അതുപോലെ തന്നെ ചിലപ്പോ അവരുടെ ഭാര്യയുടെ ആത്മാവ്, ഈ 2 ആത്മാക്കളാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ നമ്മുടെ പൃഥ്വിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ദേഷ്യം കടിച്ചമർത്തിയിട്ട് ആ ഒരു വീട്ടിലുണ്ടായിരുന്ന താൻ ജീവനതുല്യം സ്നേഹിച്ചിരുന്ന തന്റെ ഏട്ടന്റെ ഫോട്ടോയ്ക്ക് ഒറ്റ പഞ്ചിയാണ്. അതില് പൃഥ്വിയുടെ കൈ മുറിഞ്ഞ് രക്തം വരുന്നുണ്ട്. അപ്പൊ മേഘന, അല്ല നിങ്ങൾ ഇത് എന്തൊക്കെയാ ചെയ്യുന്നേ? അങ്ങനെ പൃഥ്വിയുടെ മുറിവിനെ കെട്ടിട്ട് കൊടുക്കാണ്. അതേ സമയത്ത് നമ്മുടെ ഹീറോ ഓൾറെഡി കേസെടുത്തിട്ട് കുറച്ചധികം നാളായില്ലേ, പ്രത്യേകിച്ചൊരു മൂവ്മെന്റ് ഉണ്ടായിട്ടുമില്ല. അത് മാത്രമല്ല ഈ കേസിലെ മെയിൻ സസ്പെക്ട് ആയിട്ട് ഇപ്പോ മീഡിയാസും ജനങ്ങളൊക്കെ പറയുന്നത് ഹീറോയുടെ ഏട്ടനെയല്ലേ. അപ്പോ പോലീസ് ഹയർ ഓഫീസേഴ്സ് നമ്മുടെ ഹീറോയെ വിളിപ്പിച്ചിട്ട് പറയുന്നുണ്ട്, ഇതുവരെ പ്രത്യേകിച്ച് ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ലല്ലോ, പിന്നെ ഇപ്പൊ പറയുന്നത് ഏതോ പ്രേതം എന്നൊക്കെയല്ലേ, അപ്പൊ നിനക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല. അപ്പൊ
തൽക്കാലം മാറി നിൽക്ക്. അപ്പൊ ഹീറോ, അല്ല സാറേ, ഇതിന്റെ പിന്നില് ശരിക്കും അങ്ങനെ ഒരു ആത്മാവുണ്ടെങ്കിൽ ആ ഒരു പ്രേതത്തിന് നമ്മുടെ വരുതിയിലായിക്കൂടെ? അപ്പൊ സീനിയേഴ്സ് ചോദിക്കുന്നുണ്ട്, നീ എന്താ പറഞ്ഞു വരുന്നേ? അതായത് ആത്മാക്കളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള വ്യക്തിയുണ്ട്, അയാളുടെ ഒരു സഹായം ചോദിക്കാം. ഈ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു ഹോട്ടൽ വെച്ചിട്ടല്ലേ? അപ്പൊ അവിടെ വെച്ചിട്ട് തന്നെ ആയിക്കോട്ടെ. അങ്ങനെ അടുത്ത സീനില് അന്ന് രാത്രി ആ ഒരു ഹോട്ടലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഈ പ്രേതങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിൽ വിദഗ്ധനായിട്ടുള്ള ഒരു ഫാദർ വരികയാണ്. എന്നിട്ട് അങ്ങേര് പറയുന്നുണ്ട്, ഈ വിപത്തുകൾക്കൊക്കെ കാരണമായിട്ടുള്ള ആ ഒരു റൂമിലേക്ക് ഞാൻ ഒറ്റക്ക് കുറച്ചു നേരത്തേക്ക് പോവാണ്. ഞാൻ വിളിച്ചാൽ മാത്രം നിങ്ങൾ വന്നാൽ മതി, അല്ലാതെ എന്നെ ശല്യപ്പെടുത്തരുത്. അങ്ങനെ എല്ലാവരും അതിന് സമ്മതിക്കുകയാണ്. എന്നാൽ ആ റൂമിലേക്ക് ഫാദർ കയറിയിട്ട് ഏകദേശം മണിക്കൂറുകളായിട്ടും അങ്ങേര് വരുന്നതോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശബ്ദമോ ഒന്നും കേൾക്കുന്നുമില്ല. അപ്പോൾ പൃഥ്വിയോട് സീനിയേഴ്സ് പറയുന്നുണ്ട്, എന്താ സംഭവിക്കുന്നതെന്ന് പോയി നോക്കി നോക്ക്. അപ്പോൾ പൃഥ്വി മേഘനയും കൂടെ അതേ ആ ഒരു റൂമിലേക്ക് കയറി പോവാണ്. അവരുള്ളിലേക്ക് ചെല്ലുമ്പോൾ ഓൾറെഡി നമ്മുടെ ഫാദറിലെ അങ്ങേര് ഒരു ചെയറിൽ ഇരിക്കുന്നുണ്ട്. എന്നാൽ പൃഥ്വി മേഘനയും കണ്ടപ്പോൾ അങ്ങേര് ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനിപ്പം ഇങ്ങോട്ട് വന്നേ? നിങ്ങൾ ഒന്ന് പുറത്തു പോ. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അങ്ങേരും ആ ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ സീനിയേഴ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്, അല്ല എന്തായി, ആ റൂമിൽ അങ്ങനെ വല്ല ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടോ? എന്നാൽ അങ്ങേര് അതിനെക്കുറിച്ച് ഒന്നും പറയാതെ കുറച്ച് ദിവസം കഴിയട്ടെ, എല്ലാ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, അതും പറഞ്ഞിട്ട് അങ്ങേര് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ മേഘനയില്ലേ, അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോള് വരുന്നുണ്ട്. ആരാന്ന് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, പൃഥ്വി തന്നെയാണ്. അല്ല എന്താ കാര്യം ചോദിക്കുമ്പോൾ, ഇന്നലെ രാത്രി ആ ഒരു ഹോട്ടലിലെ ആത്മാവിനെ പിടിക്കാൻ വന്ന നമ്മുടെ ഫാദറില്ലേ, അങ്ങേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങേരുടെ മരണച്ചടങ്ങിലാണിപ്പോൾ ഞാനുള്ളത്. അപ്പോൾ വരാൻ കുറച്ച് ലേറ്റ് ആവും. അത് കേട്ടപ്പോൾ മേഘനി ഷോക്ക് ആവുന്നുണ്ട്. അല്ല, ആ ഒരു അച്ഛനും മരണപ്പെട്ടുന്നോ? എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ നൈറ്റ് കുറച്ച് ലേറ്റ് ആയപ്പോൾ ആ ഒരു ചടങ്ങ് കഴിഞ്ഞിട്ട് പൃഥ്വി വരികയാണ്. പൃഥ്വി ആണെങ്കിൽ വല്ലാതെ ഡിസ്റ്റേബിൾ ഇരിക്കുന്ന കണ്ടപ്പോൾ ആ ഒരു അച്ഛൻ, അദ്ദേഹത്തിന് എന്താ പറ്റിയേ? അങ്ങേരും മരണപ്പെട്ട സ്ഥിതിക്ക് ഇനി നമുക്ക് രക്ഷ ഉണ്ടാവും തോന്നില്ല. നമുക്ക് ഈ നാട് വേണ്ട, വേഗം തന്നെ നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പൃഥ്വിയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവ വ്യത്യാസമൊന്നുമില്ല. എന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് മേഘനയ്ക്ക് കൊടുക്കുകയാണ്. ആ ഒരു ഫോട്ടോ ഏതെന്ന് വെച്ചാല്, ആ ഒരു ഹോട്ടലിലെ റൂമിൽ പലരും ഒഴിവാക്കി പോകുന്ന ബാഗുകൾ ഒരു ലേഡി വിൽക്കാറില്ലേ, നീലിമ. അപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് പോലീസ് കളക്ട് ചെയ്ത ഓരോ വസ്തുക്കളും ചെക്ക് ചെയ്തപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ഈ ഒരു ഫോട്ടോ കിട്ടിയത്. ആ ഒരു ഫോട്ടോയില് 3 ലേഡീസ് ഉണ്ട്. അതിലൊരു ലേഡി വേറെ ആരുമല്ല, നമ്മുടെ മേഘനയാണ്. മറ്റൊരു ലേഡി നീലിമ, അതുപോലെ പരിചയമില്ലാത്ത വേറൊരു ലേഡിയും. അപ്പോൾ പൃഥ്വി ചോദിക്കുന്നുണ്ട്, മേഘന സത്യം പറ, നിനക്ക് നീലിമയായിട്ട് അവളായിട്ട് എന്ത് ബന്ധം? അപ്പോൾ അവള് പറയുന്നുണ്ട്, എനിക്ക് അവളായിട്ട് എന്ത് ബന്ധം? എനിക്ക് അവളെ അറിയ പോലുമില്ല. എന്റെ സംശയം ആരോ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്ത് ചേർത്താന്ന് തോന്നുന്നുണ്ട്. നിന്നോട് ദേഷ്യം തോന്നാന്, നിന്നെ കൊടുക്കാന് ആരാ ട്രൈ ചെയ്യുക? അത് ആരും എഡിറ്റ് ചെയ്തതൊന്നുമല്ല. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഓൾറെഡി നമ്മുടെ പൃഥ്വി മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാദറിലെ അങ്ങേര് വരികയാണ്. അങ്ങേർക്ക് ഒരു പോറലും സംഭവിച്ചിട്ടില്ല. അയാളെ കണ്ടപ്പോൾ മേഘനയാണെങ്കിൽ, അല്ല ഫാദർ മരണപ്പെട്ടു എന്നല്ല പൃഥ്വി പറഞ്ഞേ? അല്ല പൃഥ്വി, ഇങ്ങേർക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഫാദർ, നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളോട് നുണ പറഞ്ഞതാ. അതുപോലെ ഞാൻ പ്രേതത്തെ ഓടിക്കാൻ വന്ന ഒരു ഫാദറാന്നും പറഞ്ഞില്ലേ, അതൊന്നും നുണയാ. ഞാൻ ആരാന്നറിയോ? ഒരു ഡോക്ടറാ, അതായത് നിങ്ങളെപ്പോലെ തന്നെ ഒരു സൈക്കാട്രിക് ഡോക്ടറാണ്. അപ്പോൾ പൃഥ്വി തന്റെ ഭാര്യ മേഘനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, മേഘന, എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വേറെ ആരുമല്ല, നീ തന്നെയാ. അതുപോലെ എന്നെ കൺഫ്യൂസ് ചെയ്യാന് നീ കുറേ ശ്രമിച്ചല്ലേ? അതായത് ഇടക്ക് പൃഥ്വിയും കരുതിയിരുന്നില്ലേ ഈ മരണങ്ങളുടെയൊക്കെ പിന്നില് ചിലപ്പോ തന്റെ ഏട്ടന്റെ ആത്മാവ് തന്നെയായിരിക്കുന്നു. ആ ഒരു ദേഷ്യത്തില് ഏട്ടന്റെ ഫോട്ടോ ഇടിച്ചു പൊട്ടിച്ചു. ഇതുപോലെ പ്രേതത്തിന് പേടിയില്ലാതിരുന്ന നമ്മുടെ ഹീറോയുടെ ഉള്ളിൽ ഭയം വന്നു തുടങ്ങി. അതായത് ഹീറോ സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ തന്റെ വീട്ടിലെ കണ്ണാടിയിലും ആരോ വ്യക്തമായിട്ട് എഴുതി വെച്ചിരുന്നില്ലേ? എന്നാൽ അങ്ങനെ ഇരിക്കുകയാണ് ഹീറോയ്ക്ക് ഒരു സംശയം വരുന്നത്. അല്ല, ഞാൻ സ്വപ്നത്തിൽ കണ്ട് ഭയന്ന കാര്യം വ്യക്തമായിട്ട് പറഞ്ഞത് എന്റെ ഭാര്യ മേഘനോട്, അവളോട് മാത്രമായിരുന്നില്ലേ? അതിന്റെ അടുത്ത ദിവസമാണ് ബാത്റൂമിൽ ഞാൻ സ്വപ്നം കണ്ട പോലെ ഒരു കാഴ്ച എന്റെ വീട്ടില് ബാത്റൂമിൽ ഞാൻ കാണുന്നേ. ഇനിയിപ്പോ ഇതില് എന്റെ ഭാര്യയ്ക്ക് വല്ല കൈയുണ്ടാവോ? അങ്ങനെയാണ് അവളുടെ മേലെ സംശയം തുടങ്ങുന്നതും ആ വഴിക്ക് ഒന്ന് അന്വേഷിക്കാൻ തുടങ്ങുന്നതും. അന്ന് വീട്ടിൽ ആ സംഭവം നടന്ന അടുത്ത ദിവസമല്ലേ നമ്മുടെ മഹിയുടെ കാറ് സ്റ്റാർട്ടാവാതെ ഒരു കോൺസ്റ്റബിൾ ആ കാറ് കൊണ്ട് അവൻ ഇടിച്ച് കൊലപ്പെടുത്തുന്നത്. അപ്പോൾ സ്റ്റേഷനിലെ CCTV വിഷ്വൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തലേ ദിവസം രാത്രി മഹിയെ കൊലപ്പെടുത്തിയ അതേ പോലീസുകാരനില്ലേ, മഹിയുടെ കാറിന്റെ ബാറ്ററിയിലെ ചാർജ് തരാനായിട്ട് വണ്ടി ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടി കംപ്ലൈന്റ് ആക്കിയ അതേ പോലീസുകാരൻ തന്നെയാണ് അടുത്ത ദിവസം വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തതും എന്നിട്ട് മഹിയെ ഇടിച്ച് കൊലപ്പെടുത്തിയതും. അപ്പോൾ ഇത് ഇൻസിഡന്റ് അല്ല, കരുതിക്കൂട്ടി നടത്തിയ ഒരു കൊലപാതകമാണ്. അപ്പോൾ ആ ഒരു പോലീസുകാരനെ പഞ്ഞുകിട്ട് ചോദിക്കുന്നുണ്ട്, കാക്കിക്കുള്ളിൽ കയറിയിട്ട് പോലീസിനെ തന്നെ വെല്ലുവിളിക്കുന്നു, എന്തിനാടോ താനിത് ചെയ്തേ? ഒരു പാവത്തിനെ കൊലപ്പെടുത്താന് നിനക്ക് എങ്ങനെ മനസ്സ് വന്നേ? അവസാനം അടികിട്ടി പഞ്ചറായപ്പോൾ അവൻ പറഞ്ഞതാണ്, സാറേ ഇതൊക്കെ നിങ്ങളുടെ ഭാര്യ മേഘനെ പറഞ്ഞിട്ട് ചെയ്തതാ. അതായത് കുറെ നാളായിട്ട് ഞാൻ കടത്തില്ല സാറേ, സാമ്പത്തികമായിട്ട് വളരെ പിരിമുറുക്കത്തിലാണ്. ആ ഒരു കാര്യം നിങ്ങളുടെ ഭാര്യ അറിഞ്ഞിട്ട് അവര് കുറച്ചധികം പൈസ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരിക്കലും പിടിക്കപ്പെടാതിരിക്കാന് എന്നെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്താ സംഭവിച്ചെന്നറിയില്ല. അവർ പറഞ്ഞതിൽ ഞാൻ വീണുപോയി. അതായത് സാറേ, നിങ്ങളെ പ്രേതമുണ്ടെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്നോട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞേ. അതുപോലെ തന്റെ വീട്ടില് ആ ഒരു കണ്ണാടി പൊട്ടിച്ച് അതിലെഴുതിയതും പൃഥ്വിയുടെ ഭാര്യ മേഘന തന്നെയാണ്. അല്ല, എന്തിനാ അവൾ അങ്ങനെ ചെയ്തെന്ന് വെച്ചാല് ഓൾറെഡി പൃഥ്വി സീരിയസ് ആയിട്ട്
ആ കേസിന്റെ പിന്നാലെയല്ലേ. എന്നാൽ ഈ ഒരു കേസ് ഒഴിവാക്കിയിട്ട് സ്വന്തം നാട്ടിലേക്ക് പഴയ പോലെ തിരിച്ച് പോവാൻ വേണ്ടിയിട്ടാണ്. അതായത് ആ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന മരണങ്ങളുടെ ഒക്കെ പിന്നില് നമ്മുടെ മേഘന, അതുപോലെ മേഘനയുടെ കൂട്ടാളിയായിട്ടുള്ള ആ ഒരു ഹോട്ടലിലെ മാനേജർ ഗോപാല്, അതുപോലെ നീലിമ, ഇവരൊക്കെ ഒരേ ടീമാണ്. നമ്മുടെ പൃഥ്വി മേഘനയുടെ കൂടെ തന്നെയല്ലേ. അപ്പോൾ കേസിന്റെ ഓരോ വഴിയും അവൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അടുത്തതായിട്ട് ആരാണ് ചോദ്യം ചെയ്യാൻ പോകുന്നത്, ആരുടെ അടുത്തേക്കാണ് പോകാൻ പോകുന്നത് വ്യക്തമായി മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ അവിടെ എത്തുന്നതിന് മുൻപ് അവരെ കൊലപ്പെടുത്തുന്നത് മേഘന തന്നെയാണ്. അവസാനം അവിടെ മരണപ്പെട്ട എല്ലാ കപ്പിൾസിനെയും ആ ഒരു ഹോട്ടലിൽ എത്തിച്ച മഞ്ജുനാഥിനെ പിടിക്കാനായിട്ട് നമ്മുടെ ഹീറോ അവന്റെ വീട്ടിലെത്താനായപ്പോ അതിനു മുൻപ് മേഘന അവനെ വിളിച്ചിട്ട്, പോലീസ് നിന്റെ അരികിൽ എത്തിയിട്ടുണ്ട്, നിന്നെ അവർ പിടിച്ചു കഴിഞ്ഞാല് സൊസൈറ്റിയിൽ നിന്റെ ഇമേജ് എന്താവും, നിന്റെ അച്ഛനും അമ്മയൊക്കെ പലരും എന്തൊക്കെ പറയുന്ന കേൾക്കേണ്ടി വരും, അതിനു മുൻപ് നീ ഒരു കാര്യം ചെയ്തോ, ഈ ലോകത്ത് നിന്ന് അങ്ങ് പോയിക്കോ. എന്നാല് മേഘന അവൾ പറയുമ്പോഴേക്കും അവൻ എങ്ങനെയത് കേട്ടെന്ന് വെച്ചാല്, മേഘന ഒരു സൈക്കാട്രിക് ഡോക്ടറല്ലേ, കുറച്ച് നാളായിട്ട് അവള് മെഡിസിൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും ട്രിഗർ ചെയ്താൽ തന്നെ ഉടനെ ആത്മഹത്യാ തോട്ടില് അത് പെട്ടെന്ന് വരാൻ തുടങ്ങും. ഒരു സൈക്കോളജി ഡോക്ടറിന് ഒരാളെ സൂയിസൈഡിലേക്ക് കൊണ്ടുപോകാനും അതുപോലെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ടാബ്ലറ്റ്സിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഓൾറെഡി പലരും ആ ഒരു ഹോട്ടലിൽ ആത്മാക്കളെ കണ്ട് വല്ലാതെ ഭയന്നു വരുന്നില്ലേ. അപ്പോൾ മെന്റലി ഡിസ്റ്റർബ് ആയിട്ടുള്ള അവർക്കൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നത് അത് നമ്മുടെ മേഘനയായിരുന്നു. അതെങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അവരോരോരുത്തരുടെയും വീട്ടിൽ വെച്ചിട്ട് സൂയിസൈഡ് തോട്ടിന് ട്രിഗർ ചെയ്യുന്ന മെഡിസിൻസ് ഹീറോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് ചോദിക്കുന്നുണ്ട്, നീ നിന്റെ പ്രൊഫഷൻ വെച്ചിട്ടല്ലേ പലരെയും ട്രിഗർ ചെയ്ത് ആത്മഹത്യ ചെയ്യിപ്പിച്ചത്? എന്നാൽ അവള് പറയുന്നുണ്ട്, ഇതൊക്കെ നിങ്ങളുടെ വെറും കണക്കൂട്ടൽ മാത്രമാണ്, ഞാനൊന്നും അല്ല ചെയ്തത്. എന്നാൽ പൃഥ്വി, ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല മേഘന. കള്ളങ്ങൾ എത്രത്തോളം മറച്ചു വെച്ചാലും തെളിവുകൾ അത് നിന്നെ രക്ഷപ്പെടാൻ വിടില്ല. ചെയ്ത തെറ്റുകൾ സമ്മതിച്ചേക്ക്. അവസാനം മേഘന അവളെ കുടുങ്ങിയത് മനസ്സിലായപ്പോൾ പെട്ടെന്ന് ഷാർപ്പായിട്ടുള്ള ഒരു വെപ്പൺ അവളുടെ കയ്യിൽ കിട്ടാണ്. അതുകൊടുത്ത് തന്റെ ഹസ്ബൻഡിനെ തന്നെ അടിച്ച് താഴെയിട്ട് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അതിനുള്ളിലെ ഹീറോ ഇല്ലേ അവളെ ഒന്ന് തള്ളി വിട്ടിട്ടുണ്ട്. എന്നാൽ അവള് തെറിച്ച് താഴെ വീണപ്പോ ബ്ലീഡ് ആവാണ്. എന്തൊക്കെ പറഞ്ഞാലും തന്റെ ഭാര്യയല്ലേ, എന്താ നിനക്ക് പറ്റിയേ? അപ്പോൾ നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട്, പൃഥ്വി നീ കുറച്ചേരം പുറത്തേക്ക്, ഞാൻ എന്താ പറ്റിയ നോക്കട്ടെ. അങ്ങനെ പൃഥ്വി പുറത്ത് വെക്കുമ്പോൾ നമ്മുടെ ഡോക്ടറില്ലേ മേഘനയെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് അവളുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച സത്യങ്ങളൊക്കെ പുറത്തെടുക്കാൻ നോക്കുകയാണ്. അങ്ങനെ അവളോട് കുറച്ചേരം സംസാരിച്ചപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഡോക്ടർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഹീറോയോട് പറയാൻ പുറത്തേക്ക് വരുമ്പോൾ ശരിക്ക് മേഘന പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, ആ നാട്ടിൽ സംഭവിച്ചത് എന്താണ്, ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുകയാണ്. പൃഥ്വി, നിനക്ക് നിന്റെ മേഘനയുടെ ഫ്ലാഷ് ബാക്ക് അറിയില്ലല്ലോ. അവള് നിന്നോട് അവളൊരു അനാഥയാണെന്നല്ല പറഞ്ഞിരുന്നേ. എന്നാൽ സത്യം അതല്ല. അവൾക്ക് അച്ഛനും അമ്മയുണ്ടായിരുന്നു, അതുപോലെ 3 സഹോദരി. അവസാനം മേഘനയെ ഗർഭം ധരിച്ചപ്പോ അച്ഛൻ കരുതിയിരുന്നത് ഇപ്രാവശ്യമെങ്കിലും തനിക്കൊരു ആൺകുട്ടി കിട്ടുന്നതാണ്. എന്നാൽ അപ്പോഴും പെൺകുട്ടിയായിട്ട് നമ്മുടെ മേഘനയാണ് അവസാനം പിറന്നത്. മേഘനയുടെ അച്ഛന് ആൺകുട്ടികളോട് മാത്രമേ താല്പര്യം. എന്നാൽ 4 പ്രാവശ്യം പെൺകുട്ടിയല്ലേ ജനിച്ചത്. അപ്പോൾ ഉള്ളിലെ ദേഷ്യമൊക്കെ തന്റെ ഭാര്യയുടെ മേലെ തീർക്കാണ്. ഓരോ പ്രാവശ്യവും നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ, നിന്റെ ഉള്ളിലുള്ളത് പെൺകുട്ടിയാണെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവരാരും ഈ ലോകത്തേക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ അവസാനമായിട്ട് ജനിച്ച നമ്മുടെ മേഘനയും ഒരു പെൺകുട്ടിയല്ലേ. അപ്പൊ അവളെയും വല്ലാതെ ഉപദ്രവിക്കായിരുന്നു, അതുപോലെ അമ്മയും കുറ്റപ്പെടുത്തിക്കൊണ്ട് എപ്പോഴും അങ്ങനെ ഉപദ്രവിക്കായിരുന്നു. അവർക്ക് ഒരിക്കലും സമാധാനം കിട്ടിയിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ അങ്ങനെ ആർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് മേഘനയില്ലേ അങ്ങനെ പിന്നിൽ നിന്ന് തള്ളിവിട്ടതാണ്. അതില് തല നിലത്തടിച്ചിട്ട് വീണ വീഴ്ചയിൽ തന്നെ അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ തന്റെ ചെറിയ മകളെ ജയിലിലേക്ക് അയക്കാനുള്ള മനസ്സില്ലാത്തതുകൊണ്ട് ആ ഒരു അമ്മ തന്നെ തന്റെ മകള് ചെയ്ത ശിക്ഷ ഏറ്റെടുത്ത് ജയിലിലേക്ക് പോവാണ്. എന്നിട്ട് ബാക്കി പെൺമക്കളോട്, നിങ്ങളുടെ അനിയത്തി മേഘനയെ നിങ്ങൾ വേണം ഇനി പ്രൊട്ടക്ട് ചെയ്യാൻ. അങ്ങനെ മേഘനയുടെ ചേച്ചിമാര് ചേർന്നിട്ടാണ് അവളെ പഠിപ്പിച്ച് ഒരു ഡോക്ടറാക്കി മാറ്റുന്നത്. എന്നാൽ അതിനുശേഷം പതിയെ പതിയെ നമ്മുടെ മേഘനയുടെയും സിസ്റ്റേഴ്സിന്റെ ഇടയിലുള്ള ആ ഒരു കണക്ഷൻ ഇല്ലാതെയാവുമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അതിനുശേഷമാണ് പൃഥ്വി മേഘന നിന്നെ കണ്ടുമുട്ടുന്നതും നിങ്ങൾ രണ്ടുപേരും പ്രണയിക്കുന്നതും. എന്നാൽ അവൾ അനാഥയാണെന്ന് നിന്നോട് അവൾ കളവ് പറഞ്ഞു തരുന്നു. അങ്ങനെ നിങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം മേഘനയ്ക്ക് നിന്റെ ഏട്ടൻ കാർത്തിയുടെ അടുത്തുനിന്ന് ഒരു ഫോൺ വരുന്നത്. അതായത് ഓൾറെഡി കാർത്തിക്ക് ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട്, രണ്ടാമത് തന്റെ ഭാര്യ ഗർഭിണിയാണ്. എന്നാൽ അങ്ങേർക്കും ആൺകുട്ടിയാണ് താല്പര്യം. അപ്പോൾ മേഘന ഡോക്ടറാന്ന് അറിഞ്ഞപ്പോ, എന്റെ ഭാര്യയ്ക്ക് ജനിക്കാൻ പോകുന്നത് പെൺകുട്ടിയാണ് ആൺകുട്ടിയാണെന്ന് നീ നേരത്തെ തന്നെ സ്കാൻ ചെയ്ത് ഒന്ന് റിസൾട്ട് പറയാൻ പറ്റുമോ? ഓൾറെഡി എനിക്കൊരു പെൺകുട്ടിയുണ്ട്, ഇനിയും പെൺകുട്ടിയാണെങ്കിൽ ഇപ്പൊ തന്നെ അബോർട്ട് ചെയ്യാലോ. എന്നാൽ കാർത്തി പറഞ്ഞു കേട്ടപ്പോ മേഘനയ്ക്ക് എവിടുന്നില്ലാത്ത ദേഷ്യം വരികയാണ്. ഈ ലോകത്ത് തന്റെ അച്ഛനെ പോലെ കുറേയധികം മനുഷ്യര് ഇപ്പോഴും ജീവിക്കുന്നുണ്ടല്ലേ. ചെറുപ്പത്തിലെ എന്റെ അമ്മയും ഞാനും എന്റെ കുടുംബവും എത്രത്തോളം കഷ്ടപ്പെട്ട് അനുഭവിച്ചതാ. എന്തൊരു മനുഷ്യന്മാരിത്. എന്നാൽ വീണ്ടും കാർത്തി അതേ ആവശ്യം പറഞ്ഞിട്ട് നമ്മുടെ മേഘനെ വിളിക്കുമ്പോഴൊക്കെ പലപ്പോഴും ഫോൺ എടുക്കാതെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പലപ്പോഴും അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടും അതിന് സമ്മതിക്കാതായപ്പോ കാർത്തി ഒരു കാര്യം തീരുമാനിക്കാണ്, ഇവൾക്ക് താല്പര്യമില്ലെങ്കിൽ എന്തിനൊക്കെ ചെന്ന് നമുക്ക് വേറെ ഏതെങ്കിലും ഡോക്ടറോട് ഹെൽപ്പ് ചോദിക്കാലോ. അങ്ങനെ തന്റെ ഭാര്യയും കൂട്ടിട്ട് പല ഡോക്ടേഴ്സിനോടും തന്റെ ആഗ്രഹം പറയാണ്. എന്നാൽ കാർത്തിയുടെ ഭാര്യ ചേട്ടത്തി അമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിൽ തീരെ താല്പര്യമില്ല.
അപ്പോൾ ആ ഒരു വിഷമൊക്കെ നമ്മുടെ മേഘനെ വിളിച്ച് പറയാണ്. ഓൾറെഡി കുറെ പ്രാവശ്യം അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കിയിട്ടും അങ്ങനെ മാറിയിട്ടില്ലല്ലോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ചേച്ചി ആ ഒരു കുഞ്ഞ് നിങ്ങളുടേത് കൂടെയല്ലേ, നിങ്ങളൊരു തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞു വേണോ അതോ ഹസ്ബൻഡ് മതിയോ? അവസാനം അവളുടെ ചേച്ചിയമ്മ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കുഞ്ഞു മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനില്ലാതാക്കുന്ന നിങ്ങളുടെ ഹസ്ബൻഡ് ഇനി ജീവിച്ചിരിക്കണ്ടല്ലോ. അങ്ങനെ അവർ പ്ലാൻ ചെയ്തിട്ടാണ് ആ ഒരു ഹോട്ടലിലേക്ക് കാർത്തിയെ കൊണ്ടുവരുന്നത്. ആ ഒരു ഹോട്ടലിലെ മാനേജർ ഗോപാല് ഓൾറെഡി നമ്മുടെ മേഘനയുടെ പോക്കറ്റിലല്ലേ. അപ്പോൾ അയാളുടെ ഹെൽപ്പോട് കൂടിയാണ് നമ്മുടെ കാർത്തിയെ റൂമിൽ വെച്ച് ബോധം കെടുത്തുന്നത്. എന്നിട്ട് ആത്മഹത്യ ചെയ്ത പോലെ കയറില് കെട്ടി തൂക്കിയതാണ്. അതിന് തന്റെ ചേച്ചിയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തന്റെ ഹസ്ബൻഡ് മരണപ്പെട്ടത് കണ്ടിട്ട് ഭയന്ന പോലെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ആക്ട് ചെയ്യായിരുന്നു. എന്നാൽ കാർത്തി മരണപ്പെട്ട ശേഷം അവരുടെ ഭാര്യ തന്നെയാണ് തന്റെ ഫാമിലിയോട് പറഞ്ഞത് കുറേയധികം കടങ്ങളുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതും പറഞ്ഞ് കുറെ നാൾ ഡിസ്റ്റർബ് ആയിരുന്നു. എന്നാൽ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ കരുതിയിരുന്നില്ല. അങ്ങനെ ഫാമിലിക്കും ആ മരണത്തിൽ സംശയം വന്നില്ല. അതുപോലെ ഹോട്ടലിന്റെ പേര് മോശപ്പെടാതിരിക്കാൻ ആ ഒരു ഓണറും പരിചയമുള്ള പോലീസിന് പൈസ കൊടുത്തിട്ട് കേസ് ഒതുക്കിയതാണ്. അങ്ങനെയാണ് ആദ്യത്തെ ആ ഒരു കൊലപാതകത്തിൽ നിന്ന് ഇവരൊക്കെ നൈസായിട്ട് രക്ഷപ്പെടുന്നത്. എന്നാൽ കാർത്തി മരണപ്പെട്ട ശേഷം പതിയെ ആ ഒരു വിരഹം ഭാര്യയെ വല്ലാതെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മാനസിക സമ്മർദ്ദം സഹിക്കാൻ പറ്റാതെയാണ് കാർത്തിയുടെ ഭാര്യയും കുറച്ചു നാളിന് ശേഷം ആത്മഹത്യ ചെയ്യുന്നത്. ഇനിയും ഇതുപോലെ പെൺകുട്ടികളെ കൊല്ലാൻ ഏതൊരു ഹസ്ബൻഡ് പ്ലാൻ ചെയ്താലും അവരെയൊക്കെ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കണമെന്ന് നമ്മുടെ മേഘന അവളെ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു ഹോട്ടലിന്റെ അതേ ഏരിയയിൽ തന്നെ ആ ഒരു ബേഗ് വിൽക്കാൻ ഒരു ലേഡി ശ്രമിച്ചിരുന്നില്ലേ, നമ്മളെ നീലിമ. അവൾ ആരാന്ന് വെച്ചാല് വേറെ ആരുമല്ല, മേഘനയുടെ ചേച്ചി തന്നെയായിരുന്നു. അങ്ങനെ മേഘനയും അതുപോലെ നീലിമയും ഗോപാലും ഇവർ 3 പേരും ചേർന്നിട്ടാണ് ഈ ഒരു മർഡേഴ്സ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. പല ഹോസ്പിറ്റലിലും അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല കപ്പിൾസും അപ്രോച്ച് ചെയ്യില്ലേ. അപ്പോൾ അവരുടെയൊക്കെ ഡീറ്റെയിൽസ് വാങ്ങിയിട്ട് അവരെ പേഴ്സണലായി വിളിച്ചിട്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ അത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ആ ഒരു പ്രൊസീജിയർ ചെയ്തേ മതിയാവുമെങ്കിൽ ചിറ്റ്മംഗ്ലൂരിൽ ഒരു ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ട് വന്നാൽ മതി. അങ്ങനെ അവരെ പറഞ്ഞ് കബളിപ്പിച്ചിട്ട് ആ ഒരു നാട്ടിലേക്ക് വരുത്തുകയും ചെയ്യും. ആ നാട്ടിലെത്തി കഴിയുമ്പോൾ കൺഫ്യൂസ് ചെയ്തിട്ട് നമ്മുടെ മഞ്ജുനാഥിലെ അവരെയൊക്കെ ആ ഒരു ഹോട്ടലിലേക്ക് അയക്കുകയും ചെയ്യും. അങ്ങനെ ഹോട്ടൽ റൂമിൽ സ്റ്റേ ചെയ്യുന്ന അവരുടെ മുൻപിൽ പ്രേതങ്ങളുടെ വേഷം കെട്ടിയിട്ട് അവരെ ഭയപ്പെടുത്തിയിട്ട് അവിടെ ഓടിക്കും. അതിനുശേഷം മെന്റലി ഡിസ്റ്റേബ് ആയ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യുന്ന കാമാക്കാല മെഡിസിനാന്ന് പറഞ്ഞിട്ട് കുറെ മെഡിസിൻസ് കൊടുക്കും. ഇനിയിപ്പോൾ ആ ഒരു കപ്പിൾസിൽ ആണ് മാത്രമാണ് ശിക്ഷ ചെയ്തെങ്കിൽ അവന് മാത്രമേ മെഡിസിൻ കൊടുക്കുള്ളൂ. അതല്ല ഹസ്ബൻഡിന്റെ വൈഫിന്റെ ആഗ്രഹത്തിലാണ് തന്റെ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ നോക്കുന്നെങ്കിൽ അവർക്ക് 2 പേർക്കും മെന്റൽ സ്റ്റെബിലിറ്റി ഇല്ലാതാക്കുന്ന സൂയിസൈഡ് തോട്ട് വരുന്ന മെഡിസിനും കൊടുത്ത് അവരെ 2 പേരെ ഇല്ലാതാക്കും. അങ്ങനെയാണ് ഇതുവരെ നടന്ന എല്ലാ മരണങ്ങളും സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ ഇതിന്റെ ഒന്നും പിന്നിൽ നമ്മുടെ ഹീറോയുടെ ഏട്ടനായിട്ടുള്ള കാർത്തിയല്ല. എന്നാൽ ഡോക്ടർ പറയുന്നുണ്ട്, നിന്റെ ഭാര്യ ചെയ്തത് ഒരു വലിയ തെറ്റ് തന്നെയാണ്. എന്നാൽ എവിടെയൊക്കെയോ അവരുടെ ഭാഗത്തൊരു ന്യായമുണ്ട്. നിങ്ങൾ പോലീസുകാർക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് ആ ഒരു തീരുമാനം പൃഥ്വി നീ എടുത്തു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടറിലെ അവിടുന്ന് തിരിച്ചു പോണ്. അപ്പോൾ പൃഥ്വി തന്റെ ഭാര്യ മേഘനെ കാണാനായിട്ട് റൂമിലേക്ക് വരുമ്പോൾ ആ ഒരു റൂമിന്റെ പല ഭാഗത്തും രക്തത്തുള്ളികൾ കാണുന്നുണ്ട്. അതുപോലെ ആ ഒരു രക്തം ചവിട്ടിപ്പോയ കാൽപാദവും. അല്ല എന്താ ഇത്? അത് ഫോളോ ചെയ്ത് പോകുമ്പോൾ കുറച്ചു ദൂരെ ഒരു ചെയറിലായിട്ട് തന്റെ ഭാര്യ ഇരിക്കുന്നത് കാണുന്നുണ്ട്. മേഘന എന്ന് വിളിച്ചിട്ട് അരികിൽ വന്ന് തന്റെ ഭാര്യയെ എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോൾ അവള് പതിയെ ചിരിയാണ്. അതായത് ഓൾറെഡി മേഘന മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്താ സംഭവിച്ചെന്നറിയില്ല. ഉടനെ തന്നെ ഡോക്ടർ വിളിക്കുകയാണ്. അങ്ങേരും വന്ന് ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്തിട്ട് ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട്. അതായത് ശരിക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ കുറച്ചു നേരത്തെ മേഘന രക്ഷപ്പെടാൻ നമ്മുടെ പൃഥ്വിയെ ആക്രമിക്കാൻ നോക്കിയില്ലേ, അപ്പോൾ സ്വയം രക്ഷയ്ക്ക് അവളെ ഒന്ന് തള്ളിവിട്ടില്ലേ, ആ വീഴ്ചയിൽ തന്നെ അവളുടെ വയറ് നിലത്തടിച്ച് ബ്ലീഡിംഗ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി മേഘന ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ തന്റെ കുഞ്ഞ് മരണപ്പെട്ടെന്ന് അവൾക്ക് അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ട്. അവള് ആ കാര്യം ആരോടും പറയാതെ പതിയെ ആ ഒരു ചെയറിലേക്ക് വന്നിരുന്നിട്ട് തന്റെ ഹസ്ബൻഡ് പൃഥ്വിക്കായിട്ട് ഒരു ലെറ്റർ എഴുതി വെക്കുകയാണ്. ആ ഒരു ലെറ്ററിൽ അവൾ എഴുതിയത്, പൃഥ്വി ഞാൻ ആരെയും വേണമെന്ന് വെച്ചിട്ട് കൊല്ലാൻ കരുതി ചെയ്തൊന്നുമല്ല. എന്നെപ്പോലെ പല പെൺകുട്ടികളും ഈ ലോകത്ത് ജനിക്കാൻ അർഹതയുള്ളവരല്ലേ. എന്നാൽ ഒരു തെറ്റും ചെയ്യാത്ത അവരെ കൊല്ലാൻ നോക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്തേ. എന്നാലിപ്പോ എന്റെ കുഞ്ഞിനെ പോലും എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ഞാനും വേണ്ട. അങ്ങനെ അവളുടെ കൈയിന്റെ നിരമ്പ് മുറിച്ചിട്ടാണ് അവളും ആത്മഹത്യ ചെയ്യുന്നത്. തന്റെ ഭാര്യ എന്നേക്കായിട്ട് അവനെ വിട്ടുപോകുന്ന പൃഥ്വി കരുതിയിരുന്നില്ല. വല്ലാതെ തകർന്നു പോകുന്നുണ്ട്. അങ്ങനെ കഥയുടെ അവസാനത്തില് പണ്ട് കാലത്ത് മാത്രമല്ല ഇന്നും പെൺകുട്ടികളോട് ദേഷ്യമുള്ള പെൺകുട്ടികളെ ജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ കൊല്ലാൻ ശ്രമിക്കുന്ന പലരും ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള ചില ക്ലിപ്പുകൾ കാണിക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മുടെ ഹീറോ വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്നൊരു കോള് വരികയാണ്. ആ കോള് പറയുന്നത്, സാറേ അതേ ഹോട്ടലിൽ വീണ്ടും ഒരു ആത്മഹത്യ നടന്നിട്ടുണ്ട്. അത് കേട്ടപ്പോൾ നമ്മുടെ ഹീറോ ഷോക്കായി പോകുന്നുണ്ട്. അല്ല ഇനിയിപ്പോ ഇതിന്റെ പിന്നിൽ ആരായിരിക്കും? ചിലപ്പോൾ ആ ഒരു കൊലപാതകം നമ്മുടെ ഹീറോന്റെ ചേച്ചിമാരിലെ ആരെങ്കിലും ആയിരിക്കാം ചെയ്യുന്നുണ്ടാവുക. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു കഥ? നിങ്ങൾ പ്രതീക്ഷ പോലെ അത്യാവശ്യം എൻഗേജിംഗ് ആയിരുന്നു, അത്യാവശ്യം ട്വിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് ഐഡിയ കിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ സീരീസ് ചാനൽ വന്നിട്ടുള്ള അടിപൊളി കഥയും കൂടി കണ്ടു നോക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു കിടിലൻ കഥയുമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.